നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാരപ്പൻ ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കറിയാം ഒത്തിരി കാര്യങ്ങളൊന്നും അവിടെ പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹാരപ്പൻ കൾച്ചർ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഹാരപ്പൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട എല്ലാ ഹാരപ്പൻ സിറ്റീസിലും കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഉണ്ട്, സിറ്റാഡൽസ് ഉണ്ട്, ഗ്രാനറീസ് നമുക്കുണ്ട്, ഗ്രേറ്റ് ബാത്ത്, അതുപോലെ തന്നെ മറ്റ് ഡിഫെൻസീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻസ്, ഇങ്ങനെ അല്ലെ. പല ഹാരപ്പൻ സിറ്റീസും ഫോർട്ടിഫൈഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹാരപ്പൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ടൊന്നും ഒത്തിരി ഒന്നും പറയാനില്ല. ഇപ്പൊ സിറ്റഡൽ ആണെങ്കിൽ നമുക്കറിയാം മിക്കവാറും എല്ലാ ഹാരപ്പൻ സിറ്റീസിനെയും നമുക്ക് അതിന്റെ ഒരു വെസ്റ്റേൺ സൈഡിലായിരിക്കും നമ്മൾക്കിപ്പം സിറ്റഡൽ കാണാൻ പറ്റുക അല്ലെ. ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഈ സൈഡിലായിട്ട് നമ്മുടെ സിറ്റഡൽ ഉണ്ടാവും. ആ സ്ക്രീൻ കാണുന്നില്ലേ? ബാക്കി സ്റ്റുഡൻസിന് കാണാമോ? ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ടടാ. അപ്പൊ നിന്റെ നെറ്റ്വർക്ക് ഒന്ന് നോക്കാവോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കറിയാം ഹാരപ്പൻ സിറ്റീസിന്റെ വെസ്റ്റേൺ സൈഡിൽ ഒരു എന്താ പറയാ സിറ്റഡലും അതുപോലെ ഈസ്റ്റേൺ സൈഡിൽ ഇതുപോലെ ഒരു ലോവർ ടൗണും ആയിരിക്കും. ഈ ലോവർ ടൗൺസിലായിരിക്കും കോമൺ പീപ്പിളിന്റെ വീടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സംരംഭങ്ങളൊക്കെ ഉള്ളത്. സിറ്റഡൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഹയർ ആളുകളുടെയൊക്കെ ലിവിങ് ക്വാർട്ടേഴ്സും അതൊക്കെ ഉണ്ടെന്ന് നമ്മൾ അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് അല്ലെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ നമ്മുടെ സിറ്റഡൽ ആണ്. പിന്നെ നമ്മളിപ്പം റെസിഡൻഷ്യൽ ബിൽഡിങ്സിനെ കുറിച്ചൊക്കെ പറയുമ്പം നമ്മുടെ ക്ലാസ്സുകളിൽ അന്ന് ഏൻഷ്യന്റ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അല്ലെ. വളരെ യുണീക്ക് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഗ്രിഡ് പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ്, ഇതാണ് ഡ്രെയിനേജ്, വെൽ ഡെവലപ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, പ്രൈവസിയെ കണക്കാക്കി അവർ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഒരു വ്യൂ കിട്ടത്തില്ല കോർട്ട്യാർഡിലേക്ക് അല്ലെ. പിന്നെ എന്താണ്, മിക്കവാറും എല്ലാ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിലും എന്താണ് സെപ്പറേറ്റ് ഒരു വെല്ല് കാണും, ഒരു കിണർ കാണും. പിന്നെ ചില ബിൽഡിങ്സ് ഒക്കെ 2 സ്റ്റോറീഡ് ഹൗസസ് ആണ്, അപ്പൊ അതിന് വേണ്ട സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ റെസിഡൻഷ്യൽ ബിൽഡിങ്സിന്റെ ഇതിൽ പഠിച്ചായിരുന്നു. പിന്നെ മിക്കവാറും എല്ലാ മെയിൻ ഹാരപ്പൻ സൈറ്റ്സിലും നമ്മൾ ഗ്രാനറീസ് കാണും അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണ്, വളരെയധികം സർപ്ലസ് ഗ്രെയിൻ പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് എന്ത് വേണം, എലാബറേറ്റ് ആയിട്ടുള്ള ഗ്രാനറി സ്ട്രക്ചേഴ്സ് വേണം അല്ലെ. പിന്നെ ഗ്രേറ്റ് ബാത്ത്, നമ്മൾ മോഹൻജദാരോയിലൊക്കെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ദ ഗ്രേറ്റ് ബാത്ത്. പിന്നെ മോസ്റ്റ് ഓഫ് ദി സിറ്റീസ് വെർ ഫോർട്ടിഫൈഡ്, ചിലതൊന്നും ഫോർട്ടിഫൈഡ് അല്ലായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇത് ബേസിക്കലി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒത്തിരി ഫോക്കസ് കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്താ പറയാ, ഇപ്പം സിറ്റഡലും ലോവർ ടൗണും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഹാരപ്പൻ പോട്ടറിയെ കുറിച്ച് അഗെയിൻ ക്ലാസ്സിൽ ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. ഹാരപ്പൻ പോട്ടറി എന്ന് പറയുമ്പം നമുക്കറിയാം വളരെ ഇലാബറേറ്റ് ആയിട്ട് വീൽ മെയ്ഡ് പോട്ടറി ഇഷ്ടം പോലെ നമുക്ക് ഹാരപ്പൻ സൈറ്റ്സിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് പോട്ടറി ഉണ്ട്. വീൽ മെയ്ഡ് ആകുമ്പോഴേക്കും കുറച്ചുകൂടെ റിഫൈൻമെന്റ് കൂടുതലായിരിക്കും, ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ അത്രയും പെർഫെക്ഷൻ കാണത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം എന്താ പറയാ, ഡിസൈൻസ് ഉള്ള പോട്ടറി ഉണ്ട്, പ്ലെയിൻ പോട്ടറി ഉണ്ട് അല്ലെ. അപ്പൊ ഹാരപ്പൻ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? കൂടുതലും പ്ലെയിൻ പോട്ടറി ആണ്. ഡിസൈൻ ഉള്ള പോട്ടറീസ് ഉണ്ട്. അഗെയിൻ ആ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, എന്തെങ്കിലുമൊക്കെ ജിയോമെട്രിക്കൽ പാറ്റേൺസോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഷേപ്പുകളൊക്കെ ആയിരിക്കും അല്ലെ. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ എന്താ, അതെ അതെ പിന്നെ ചില സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടും ചില ലക്ഷറിയസ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടും ചില പോട്ടറീസ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. പെർഫറേറ്റഡ് ജാർസ്, അതിങ്ങനെ ഒന്നുകിൽ ലിക്കറൊക്കെ സ്ട്രെയിൻ ചെയ്യാനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ല പുകയുള്ള സാധനങ്ങൾ, കുന്തിരിക്കും പോലത്തെ സാധനങ്ങളൊക്കെ കത്തിച്ചു വെച്ചാൽ നമുക്കിങ്ങനെ പുകയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ചില ലക്ഷറി കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ചില സ്പെഷ്യലൈസ്ഡ് പോട്ടറീസ് നമ്മൾ ഹാരപ്പൻ സൈറ്റുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പം അവിടെ നമുക്ക് ഒത്തിരി ഒന്നും എംഫസൈസ് ചെയ്യാനില്ല, ഈ ബേസിക്സ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമ്മളിനി ഹാരപ്പൻ സ്കൾപ്ചേഴ്സിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. ഞാൻ ഏൻഷ്യന്റ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു PYQ കാണിച്ചായിരുന്നു, 25-ൽ തന്നെ ഒരു ചോദ്യം അല്ലെ.
ദാറ്റ് വാസ് അബൌട്ട് ദി ഡാൻസിങ് ഗേൾ അല്ലെ. എന്തായിരുന്നു ചോദിച്ചത്, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഡാൻസിങ് ഗേൾ ഓഫ് മോഹൻജദാരോ ബിൽഡ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ ആയിരുന്നു. അപ്പൊ ബേസിക്സ് പഠിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പം ഡാൻസിങ് ഗേൾ ഫ്രം മോഹൻജദാരോ എന്താണ്, ഒരു നേക്കഡ് ഇമേജ് ആണ്, ഒരു സ്കൾപ്ചർ ആണ്. പക്ഷെ ആ സ്ത്രീ അതിനകത്ത് പലതരം ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് അല്ല. ഏത് ടെക്നിക്കായിരുന്നു ഒരു ബ്രോൺസ് സ്റ്റാച്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ദ ലോസ്റ്റ് വാക്സ് ടെക്നിക് അല്ലെ. പിന്നെ ഈ സ്ട്രക്ചർ എന്താണ്, ഒരു ത്രിഭംഗ പോസ്ചറിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അടുത്ത രണ്ടാമത്തെ എന്താണ്, നമ്മൾ കാണുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗറിനാണ് നമ്മുടെ മദർ ഗോഡസ് എന്ന് പറയുന്നത് അല്ലെ. മദർ ഗോഡസ് ഫിഗേഴ്സ് മോസ്റ്റ്ലി എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ടെറാക്കോട്ട ഫിഗറിൻസ് ആണ്. അത് ഒരിടത്തു നിന്നല്ല. ഇപ്പം ഡാൻസിങ് ഗേൾ നമുക്ക് മോഹൻജദാരോയിൽ നിന്ന് മാത്രം ഒറ്റ സിംഗിൾ പീസേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ മദർ ഗോഡസോ പല സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് ഇത് ഇവരുടെ എന്തെങ്കിലും ഒരു ഫീമെയിൽ ഡേറ്റി ആവാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ. പിന്നെന്താണ്, അപ്പൊ മദർ ഗോഡസിന്റെ ചില പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ ഒരു ഹെഡ് ഗിയർ ഉണ്ട്, പിന്നെ ചില ഓർണമെന്റ്സ് അവരുടെ ദേഹത്തുണ്ട് അല്ലെ. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ടെറാക്കോട്ട ഫിഗർ ആയതുകൊണ്ട് തന്നെ അത്ര റിഫൈൻഡ് അല്ല, വളരെ ഇച്ചിരി ക്രൂഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ ഇൻഡസ് വാലിയിൽ നിന്ന് മറ്റ് ടെറാക്കോട്ട ഷേപ്പ് മെയ്ഡ് ആയിട്ടുള്ള വേറെ കുറെ നമുക്ക് സ്ട്രക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട് താനും അല്ലെ. ചില അനിമൽസിന്റെ ഫിഗേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ബോട്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് എന്താണ്, വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ, ഒരു സ്കൾപ്ചർ ആണ് ദ ബിയർഡഡ് പ്രീസ്റ്റ് അല്ലെ. ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ പ്രീസ്റ്റ് സ്റ്റാച്യു? സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അധികം ഹാർഡല്ല. അപ്പം സ്റ്റിയറ്റൈറ്റ് ആണ്. അപ്പം എന്താ പറയാ, ഇദ്ദേഹം നമ്മൾ വിശ്വസിക്കുന്ന ഹീസ് എ പ്രീസ്റ്റ് കിങ്. അപ്പം ഒത്തിരി ഒന്നും നമുക്ക് ഇദ്ദേഹത്തിന്റെ സ്റ്റാച്യൂസ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, ഒരു ടോർസോ ഇൻ റെഡ് സാൻഡ്സ്റ്റോൺ അല്ലെ. മെയിൽ ടോർസോ ഫ്രം ഇൻ റെഡ് സാൻഡ്സ്റ്റോൺ. ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ഫ്രം ഹാരപ്പ. ഹാരപ്പയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്താണ്, ഈ മെയിൽ ടോർസോ ആണ്, മെയ്ഡ് ഓഫ് റെഡ് സാൻഡ്സ്റ്റോൺ. ഇനി ഇതിനകത്തൊരു മെയിൽ ഡാൻസർ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കണം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴും എപ്പോഴെങ്കിലും. അതായത് ഒരു മെയിൽ ഡാൻസറിന്റെ സ്ട്രക്ചർ ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയാ, പൊളിഞ്ഞു പോയ ഒരു സ്ട്രക്ചറാണ്. പക്ഷെ വി ബിലീവ് ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് ദാറ്റ് ഈസ് സംതിങ് അബൌട്ട് എ മെയിൽ ഡാൻസർ നമ്മൾ വിളിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അത് ഹാരപ്പയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇൻ കേസ് ഒരു എക്സാമിന് എങ്ങാനും എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പം ഒരു മെയിൽ ഡാൻസർ. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഹാരപ്പ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെയിൽ ടോർസോ ആണ്. എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ആയിട്ടൊക്കെ ഒരു മെയിൽ ഡാൻസർ കണ്ടാൽ മാത്രം നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. എവിടെയാണ്, ഹാരപ്പയിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ മെയിൽ ടോർസോയുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഈ മെയിൽ ടോർസോ ആകുമ്പോൾ ഇതിന്റെ ഇങ്ങനെ ഈ ഷോൾഡറിന്റെ അതിനകത്തൊക്കെ സോക്കറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം മേ ബി ബാക്കി പാർട്സ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് കണ്ടെത്തുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ സീലുകളാണ് അല്ലെ. അപ്പൊ സീലുകൾ നമുക്കറിയാം പല മെറ്റീരിയൽ കൊണ്ടും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ സ്റ്റിയറ്റൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സീലുകളാണ് കൂടുതലും കാണുന്നത്. ഇനി ആ സീലുകളുടെ പ്രത്യേകത എന്താണ്, അതിനകത്ത് പലതരം ഫിഗേഴ്സും ഫിഗറിൻസും ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അനിമൽസ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾസ് ആവാം, ചിലപ്പോൾ ഹ്യൂമൻ സിമ്പിൾസ്. നമ്മൾ ആ പശുപതി മഹാദേവ സീലിലൊക്കെ വി ബിലീവ് ദാറ്റ് ഒരു പ്രോട്ടോശിവ അല്ലെ, ഒരു 3 ഹെഡഡ് ഒരു പേഴ്സന്റെ ഒരു ഫിഗറാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ആനിമൽസ് അറൌണ്ട് ദാറ്റ് ഫിഗർ അല്ലെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ജനറലി ഇൻഡസ് വാലിയുടെ സീൽസ് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലാണ്. എന്നാൽ വിരളമായിട്ട് നമ്മൾ കുറച്ച് സർക്കുലർ ഷേപ്പിലൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇൻഡസ് വാലിയുടെ സീലുകൾ നമ്മൾ മെസ്സപ്പൊട്ടേമിയ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് മിഡിൽ ഈസ്റ്റേൺ സൈറ്റുകളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇറ്റ് ഷോസ് ദാറ്റ് വി ഹാഡ് എന്താണ് വളരെ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രേഡും റിലേഷൻസും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ സീൽസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റു മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അഗേറ്റ്, ചേർട്ട്, ഫെയിൻസ്, ടെറാക്കോട്ട, ഗോൾഡ്, ഐവറി, ഇതൊക്കെ വെച്ചിട്ട് അവർ സീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്, ഒന്നുകിൽ അതൊരു എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതിപ്പം എന്താ പറയാ, ഈ ട്രേഡിന്റെ സാധനങ്ങളൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് ഇത് ഇന്നടുത്തുനിന്ന് വരുന്നു എന്ന് കാണിക്കാനോ
അല്ലെങ്കിൽ ഇന്ന ആളുകളെ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ചിലപ്പോൾ അവരിങ്ങനെ അമുലെറ്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ ഈ കൈയുടെ ഇവിടെ കെട്ടത്തില്ലേ, അതിനൊക്കെ യൂസ് ചെയ്തു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ സീൽസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഏതൊക്കെ ആനിമൽസ് ആണ് സീലുകളിൽ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്? യൂണിക്കോൺ ഉണ്ട്, റൈനോസ് ഉണ്ട്, ടൈഗർ, എലഫന്റ്, ബൈസൺ, ഗോട്ട്, ബഫല്ലോ, ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇൻഡിജിനസ് ആയിട്ട് ഈ അനിമൽസ് ഒക്കെ അന്ന് ഇൻഡസ് വാലിയിൽ വെരി മച്ച് പ്രിവലന്റ് ആയിരുന്നു. ഹോഴ്സ് ഒന്നും ഇവിടെ കാണുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ബാക്കി അന്ന് നമ്മളുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നാച്ചുറലി കാണാൻ സാധ്യതയുള്ള എല്ലാ ആനിമൽസും ഇവിടെ കാണുന്നുണ്ട്. ഏതൊക്കെയോ ചില ഇതിനകത്ത് ഘടിയൽ, നമ്മളൊരു ക്രോക്കഡൈൽ പറയത്തില്ല, ഒരു ക്രോക്കഡൈലിയൻ സ്പീഷീസ് ഘടിയൽ എന്ന് പറയുന്ന ഘരിയൽ എന്ന് പറയുന്ന അതിനെയൊക്കെ ചില സീൽസിലൊക്കെ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദേ ആർ വെരി മച്ച് ഇൻഡിജിനസ് ടു ദ സബ് കോണ്ടിനെന്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഐവിസയുടെ സീൽസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു, പശുപതി സീൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്താണ്? നമ്മുടെ മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് കോർട്ട് ആർട്ടും, രണ്ട് പോപ്പുലർ ആർട്ടും. കോർട്ട് ആർട്ട് എന്ന് പറയുമ്പോഴേക്കും രാജാക്കന്മാര് പാറ്റർണൈസ് ചെയ്തിട്ടുള്ള ആർട്ടുകളാണ്, അല്ലെങ്കിൽ അവർ ഫണ്ട് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിക് വർക്കുകളെയാണ് നമ്മൾ കോർട്ട് ആർട്ട് എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ പ്രധാനമായിട്ടും പാലസസ് വരും, പിന്നെ പില്ലേഴ്സ് വരും, പിന്നെ സ്തൂപാസ് വരും. അതുപോലെ എന്നാൽ പോപ്പുലർ ആർട്ടിലേക്ക് വരുമ്പോഴോ അത് ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റീസും ഒക്കെ സാധാരണ ജനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആർട്ടിസ്റ്റിക് വർക്കുകളാണ്. അപ്പൊ അവിടെ എന്തൊക്കെ വരാം? കേവ്സ് വരാം, പോട്ടറീസ് ആൻഡ് അതർ സ്കൾപ്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കൊരു ബ്രോഡർ ആയിട്ട് ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അത് നമ്മൾ ഓരോന്നുമായിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ മൗര്യൻ പാലസുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് NCERTസിലൊക്കെ വായിക്കുമ്പോൾ ഒരു സാധനം വായിക്കുന്നുണ്ട്. എന്താണത്? ദേ വർ മെയ്ഡ് ഓഫ് വുഡ് അല്ലേ? അപ്പൊ മൗര്യൻ പാലസുകളുടെ പല സ്ട്രക്ചറുകളും നമുക്കിപ്പം ബാക്കി കിട്ടുന്നില്ല അല്ലെ? നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം എന്താ? വി ബിലീവ് ദാറ്റ് ദേ വെയർ മെയ്ഡ് ഓഫ് വുഡ്. അതുകൊണ്ട് തന്നെ പലതും പെരിഷ് ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം പാലസുകളെ കുറിച്ച് അപ്പം ഇങ്ങനെ ഇപ്പം അശോകന്റെ പാലസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ 3 സ്റ്റോറീഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പലതും ദ്രവിച്ചൊക്കെ പോയി. നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ നമുക്കറിയാം പില്ലേഴ്സ്. പില്ലേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മൗര്യൻ ഏജിന്റെ ഏറ്റവും ഒരു യുണീക്ക് ഫീച്ചർ തന്നെ എന്താണ്? പില്ലേഴ്സ് ആണ്. എസ്പെഷ്യലി നമ്മുടെ അശോകൻ ഇറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പില്ലേഴ്സ് ആണ്. അപ്പൊ അദ്ദേഹം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തന്റെ ധമ്മ അല്ലെ, അല്ലെങ്കിൽ ധർമ്മ അത് സ്പ്രെഡ് ചെയ്യാനൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മീഡിയം എന്തായിരുന്നു? ഇങ്ങനത്തെ പില്ലേഴ്സ് ആയിരുന്നു. അതുപോലെ റോക്ക് എഡിറ്റ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ മാർവൽസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, പല പില്ലേഴ്സും. പിന്നെ നമുക്കറിയാം മൗര്യൻ പീരീഡിൽ ഒത്തിരി സ്തൂപാസും അവര് പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ഓരോന്നും എടുത്ത് നോക്കാം. അപ്പം പാലസുകളെ കുറിച്ച് നമുക്ക് അധികം ഒന്നും പറയാനില്ല. ഇപ്പൊ അശോകന്റെ പാലസ് അറ്റ് കുംബ്രാഹർ, അത് ദാറ്റ് വാസ് മെയ്ഡ് ഓഫ് വുഡൻ, പക്ഷെ ഇറ്റ് ഡസന്റ് സർവൈവ് മച്ച്. അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അശോകൻ പാലസസ് ഒക്കെ അല്ലെങ്കിൽ മൗര്യൻ പാലസസ് ഒക്കെ ആക്യുമെനിഡ് പാലസുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ആക്യുമെനിഡ് എവിടുത്തെ കിങ്ഡം ആണ്? നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ഇറാൻ. ഓക്കെ, ഇറാനിലുണ്ടായിരുന്ന ഇവരുടെ ഒരു കണ്ടംപററി കിങ്ഡം ആണ് നമ്മുടെ ആക്യുമെനിഡ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ സ്ട്രക്ചേഴ്സ് ആർക്കിടെക്ചറും ഒക്കെ ആയിട്ട് ഇവർ ഇൻസ്പയർഡ് ആയിരുന്നു എന്ന് പറയുന്നു. പിന്നെ പില്ലേഴ്സിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അശോകൻ പില്ലേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേ വർ മെയ്ഡ് ഓഫ് ചുനാർ സാൻഡ്സ്റ്റോൺ. അപ്പം അല്ലെങ്കിൽ മോസ്റ്റ്ലി സാൻഡ്സ്റ്റോൺ ആണ്. ചില ഇടങ്ങളിലൊക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് മേജർലി മെയ്ഡ് ഓഫ് സാൻഡ്സ്റ്റോൺ. ഓക്കെ, ഇനി നമുക്ക് പില്ലേഴ്സിനെ കുറിച്ച് ഒന്ന് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഒരു പില്ലർ എന്ന് പറയുമ്പോൾ അതിന് മെയിൻലി ഒരു 4 പാർട്ട് ഉണ്ട്. ഒന്ന് ഒരു ഷാഫ്റ്റ്, ഞാൻ ഇമേജ് കാണിച്ചു തരാം. ഷാഫ്റ്റ്, ക്യാപിറ്റൽ, അബാക്കസ്, പിന്നെ അബാക്കസിന്റെ മേളിലൊരു ഫിഗർ, ഒരു അനിമൽ ഫിഗർ. അപ്പൊ ഇതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇതാണ് മോണോലിത്തിക് ഷാഫ്റ്റ് എന്ന് പറയുക. പിന്നെ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ, ഈ കൊച്ചു സാധനമാണ് അബാക്കസ്, പിന്നെ അതിന്റെ മേളിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് അനിമൽ ഫിഗേഴ്സ് കാണും. ഓക്കെ, അപ്പം ഈ മൗര്യൻ പില്ലേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണ്? ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ മോണോലിത്തിക്. അതായത് ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അതായത് എന്താണ്? ഒരൊറ്റ റോക്ക് ചെത്തി മിനുക്കി അതിനെ ഇങ്ങനെ ഒരു പില്ലർ സ്റ്റൈലില് നമ്മൾ നീളത്തിൽ കൊത്തിയെടുത്തേക്കുവാണ്. അതിന്റെ മേളിലായിരിക്കും അഗെയിൻ നമ്മൾ ഇങ്ങനെ ഒരു കല്ലിലോ മറ്റോ കൊത്തിയെടുത്ത ഒരു എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ചെയ്യുന്നത്.
ദ ക്യാപിറ്റൽ കുഡ് ബി സംടൈംസ് ഒരു ഫ്ലോറൽ ഷേപ്ഡ്, ലോട്ടസ് ഷേപ്ഡ് ആവാം, ചിലപ്പോൾ ബെൽ ഷേപ്ഡ് ആവാം. അങ്ങനെ പല ഷേപ്പിലുള്ള ക്യാപിറ്റൽസ് നമ്മൾ മൗര്യൻ പില്ലേഴ്സിൽ കാണുന്നുണ്ട്. ഇനി ഈ അബാക്കസ് ആണ്. ഈ അബാക്കസ് ചിലപ്പോൾ ഇതുപോലെ റൗണ്ട് ആയിരിക്കാം, ചിലപ്പം റെക്ടാങ്കുലർ ഷേപ്പിൽ വരാം. ഓക്കെ, പിന്നെ എന്താണ്, മിക്കവാറും ഈ അബാക്കസിന്റെ ഈ ഏരിയാസും എന്തെങ്കിലുമൊക്കെ കാർവിങ്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിലീഫ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അനിമൽസോ എന്തെങ്കിലും സ്ട്രക്ചേഴ്സോ ഒക്കെ അവിടെയും അവർ വരച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഇതിന്റെ മേളിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അനിമൽസ് കാണും. അപ്പൊ ഇത് നമ്മളുടെ വെരി ഫേമസ് സാർനാഥ് പില്ലറാണ് അല്ലേ. ആ സാർനാഥ് പില്ലറിന്റെ നമുക്കറിയാം ഇവിടുന്ന് ഇത്രയും ഭാഗമാണ് നമ്മുടെ നാഷണൽ എംബ്ലം ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ അബാക്കസിന്റെ ഈ ഒരു സാധനം പറയുവാണെങ്കിൽ ഇവിടെ 4 അനിമൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് അനിമൽസ്? നമുക്ക് ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് എടുക്കുവാണെങ്കിൽ വെസ്റ്റില് ഒരു ഹോഴ്സ് ആണുള്ളത്. ഓക്കെ, സൗത്തില് ഒരു ബുള്ളാണുള്ളത്, ഈസ്റ്റില് ഒരു എലഫന്റ് ആണുള്ളത്, നോർത്തില് ഒരു ലയൺ ആണുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൗത്ത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ 4 അനിമൽസിനും ബുദ്ധന്റെ ജീവിതവുമായിട്ട് വളരെ കണക്ഷൻസ് ഉണ്ട്. എന്താണ് എലഫന്റിന്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് റെപ്രസെന്റ്സ് ക്വീൻ മായാദേവീസ് ഡ്രീം അല്ലെ. ബുദ്ധന്റെ അമ്മയുടെ ഒരു ഡ്രീം ഉണ്ട്, അവർ ഗർഭിണിയായിരുന്ന സമയത്ത്, ബുദ്ധനെ ഗർഭിണിയായിരുന്ന സമയത്ത്. അപ്പം ഒരു അതിനകത്തൊരു എലഫന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ എലഫന്റ് എന്ന് പറയുന്ന ആനിമൽ. ഓക്കെ, ഇനി ബുൾ എന്താണ്? ബുള്ളിന്റെ പ്രത്യേകത പിന്നെ നമ്മുടെ ബുദ്ധന്റെ സോഡിയാക് സൈനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ ബുള്ള് സിമ്പൽ വരുന്നത്. ഓക്കെ, ഏതായിരുന്നു സൈന്? ടോറസ് ആണോ? ഓക്കെ, അപ്പം ബുദ്ധന്റെ സോഡിയാക് സൈൻ ആണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ബുള്ള് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹോഴ്സ് എന്താണ്? ബുദ്ധൻ ഒരു കുതിര ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം എന്താ പറയാ എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നത് ഒരു കുതിരപ്പുറത്ത് ഇറങ്ങി ഒരു യാത്ര ചെയ്തിട്ടാണല്ലോ. അപ്പൊ ബുദ്ധന്റെ ഇഷ്ട കുതിരയായിട്ടുള്ള കാന്തക അല്ലെ, ആ ഹോഴ്സിന്റെ പേരെന്താണ്? കാന്തക. ആ കാന്തകയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഹോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ബുദ്ധൻ എല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന ഫേസ് ആണ് ഈ കാന്തക എന്ന് പറയുന്ന ആ ഒരു ഹോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം ലയൺ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ എന്താ പറയാ ഈ എന്താണ് അറ്റൈൻമെന്റ് ഓഫ് എൻലൈറ്റൻമെന്റ്, നിർവാണ, അതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ അനിമൽസിന്റെ ഒക്കെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു. പിന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹോഴ്സ് ആവാം, ഇവിടെ ലയൺ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബുള്ള് വരും. ഈ അനിമൽ ഫിഗർ ചിലപ്പോൾ ഇതൊരു സിംഗിൾ ഫിഗർ ആയിരിക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് 4 ലയൺ ഇങ്ങനെ 4 ഡയറക്ഷനിലോട്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെ. അപ്പൊ പല വേരിയേഷൻസിൽ നമുക്ക് ഈ അശോകൻ പില്ലേഴ്സ് കാണാൻ കഴിയും. ഓക്കെ, ഇനി ഈ അശോകൻ പില്ലേഴ്സ് ഇങ്ങനെ പില്ലർ വെക്കുന്ന ഒരു കൾച്ചർ കിട്ടുന്നത് അഗെയിൻ ആക്യുമെനിഡ് എംപയർ എന്നാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ആക്യുമെനിഡ് എംപയറും മൗര്യൻ എംപയറിന്റെ പില്ലേഴ്സും തമ്മിൽ ചില ഡിഫറൻസസ് ഉണ്ട്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? മൗര്യൻ പില്ലേഴ്സ് ആർ മോണോലിത്തിക്. അതിന്റെ ഷാഫ്റ്റ് എന്താണ്? മോണോലിത്തിക് ആണ്. എന്നാൽ ആക്യുമെനിഡ് പില്ലർ എന്താണ്? അതിന്റെ ആ ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മോണോലിത്തിക് അല്ല. പലതരത്തിലുള്ള സ്റ്റോൺസ് ഒരുമിച്ച് ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഷാഫ്റ്റ് ആയിരിക്കും ആക്യുമെനിഡിന്റെ ഷാഫ്റ്റ്. പിന്നെ ആക്യുമെനിഡ് എംപയറിന്റെ പില്ലറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ബിൽഡിങ്ങുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ആക്യുമെനിഡ് എംപയറിന്റെ പില്ലേഴ്സ് കാണുന്നത്. എന്നാൽ മൗര്യൻ പില്ലേഴ്സോ അങ്ങനെ ഒരു സ്റ്റേറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബിൽഡിങ്ങുമായിട്ട് അസോസിയേഷൻ ഒന്നും വേണ്ട. ചിലപ്പോൾ അത് ഇൻഡിപെൻഡന്റ്ലി ഇറക്റ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും സ്തൂപാസുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് കാണും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് നെസസറിലി അസോസിയേറ്റഡ് വിത്ത് എനി സ്റ്റേറ്റ് ബിൽഡിങ്സ് ഓർ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആക്യുമെനിഡ് സ്ട്രക്ചറും ഇവരുടെ ഇതും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ പില്ലേഴ്സ് മോസ്റ്റ്ലി എന്താ പറയാ അശോകൻ ഉപയോഗിച്ചിരുന്നത് ധമ്മ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെയാണ്. എന്നാൽ ആക്യുമെനിഡ് സ്ട്രക്ചേഴ്സ് കൂടുതലും എന്താണ് സ്റ്റേറ്റിന്റെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും പില്ലേഴ്സ് ഒക്കെ ഇറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. ഞാൻ ഡിഫറൻസ് ഒരു ടേബിളിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബുള്ള് അതൊക്കെ നമ്മൾ പറഞ്ഞു, എലഫന്റ് 4 സിമ്പിൾസ്. ലയൺ ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധ അറ്റൈനിങ് ദി എൻലൈറ്റൻമെന്റ്, അതാണ് ഇത്.
ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന സാർനാഥ് പില്ലർ എന്താണ്? അശോക വാസ് കമമറേറ്റിംഗ് ദി ധർമ്മചക്ര പ്രവർത്തന ബൈ ബുദ്ധ. അതിനെ കമമറേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ സാർനാഥ് പില്ലർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ നാഷണൽ എംബ്ലത്തിനകത്ത് എന്തുണ്ട്? സത്യമേവ ജയതേ എന്നൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? മുണ്ടകോ ഉപനിഷത്ത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, 24 സ്പോക്സ് ഉള്ള ഒരു ചക്രമുണ്ട് അല്ലെ നമ്മുടെ നാഷണൽ എംബ്ലത്തിന്റെ. അത് ആ പില്ലറിന്റെ പാർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം ഡിഫറൻസ് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കറിയാം മൗര്യൻ പീരീഡ് മുതൽ നമ്മൾ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആർക്കിടെക്ചറൽ ഫീച്ചറാണ് നമ്മുടെ സ്തൂപാസ്. എന്നാൽ നമുക്കറിയാം സ്തൂപാസ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റ് അല്ല. അതിനു മുന്നേ ഒരു വേദിക് പീരീഡ് മുതലേ ഇന്ത്യയിൽ സ്തൂപാസ് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി സ്തൂപാസ് ഒരു ഇങ്ങനെ എന്താ പറയുക, റെലിക്സ് ഒക്കെ ബറി ചെയ്യുന്ന ബറിയൽ മൗണ്ട് തന്നെയാണ് എന്ത് സ്തൂപാസ് എന്ന് പറയുന്നത്. പക്ഷെ അന്ന് വേദിക് പീരീഡിലും ലേറ്റർ വേദിക് പീരീഡിലും ഒക്കെ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് ബറിയൽ മൗണ്ട്സ് ആയിട്ട് മാത്രം അത് കാണുന്നു. പിന്നീട് ബുദ്ധന്റെ റെലിക്സ് ഒക്കെ ബറി ചെയ്തതിനു ശേഷം when many people started to patronize it and add lot of decorative elements, അപ്പോഴാണ് അത് കുറച്ചുകൂടെ അത് എന്താണ് കൂടുതൽ ഒരു ആർട്ടിസ്റ്റിക് വർക്കായിട്ട് മാറുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ, നമ്മളിപ്പം എന്തെങ്കിലും ഒരാൾ മരിച്ചുപോയി, അദ്ദേഹത്തെ നമ്മൾ അടക്കം ചെയ്യുന്നു, അതിന്റെ മേളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടൊരു സ്തൂപ ലൈക്ക് സ്ട്രക്ചർ ആക്കി നമ്മൾ വെക്കുന്നു. പക്ഷെ പിന്നീടാണ് അതിന് ഭയങ്കര ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ആസ്പെക്റ്റുകൾ വരുന്നത്. അപ്പൊ അതാണ് ആ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്തൂപാസ് ഇതുപോലെ എന്താ ആരൊക്കെ പാട്രണൈസ് ചെയ്തിട്ടുണ്ട്? രാജാക്കന്മാർ പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. ഗഹപതീസ് എന്ന് വെച്ചാൽ ലാർജർ ആയിട്ടുള്ള ലാൻഡ് ഹോൾഡിംഗ് ക്ലാസ്സിനെ നമ്മൾ ഉദ്ദേശിക്കുക. ആൻഡ് ലേ ഡിവോട്ടീസ്, സാധാരണ കുറച്ച് പൈസയുള്ള സാധാരണ ഡിവോട്ടീസ് ഇതിനെയൊക്കെ പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്തൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് ബുദ്ധിസ്റ്റ് ഫേസിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയപ്പെടുന്നതെങ്കിലും ഇറ്റ് വാസ് പ്രീ ബുദ്ധിസ്റ്റ് ഇൻ നേച്ചർ. വേദിക് ഇറ മുതൽ നമ്മുടെ ഇന്ത്യയിൽ സ്തൂപാസ് നമ്മൾ കാണുന്നുണ്ട്. ഇനി സ്തൂപാസിന് ചില പ്രത്യേകതകളുണ്ട് അല്ലെ, അതിന്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെക്കണം. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഈ ഒരു ഹെമിസ്ഫിറിക്കൽ ആയിട്ടുള്ള ആ ഒരു ഷേപ്പാണ് അല്ലെ. നമ്മൾ അതിനെ എന്താ പറയാ, അണ്ട എന്ന് പറയും. പിന്നെ അതിന് തൊട്ട് മേളിൽ ഒരു ഡെക്കറേറ്റീവ് എലമെന്റ് ആയിട്ടൊരു ഹറമിക, ഒരു റെക്ടാങ്കുലർ ഷേപ്പ്, അതിന്റെ മേളിൽ ഒരു ചെറിയൊരു കൊട പോലെ അല്ലെ, ഛത്രി, ഒരു ചെറിയൊരു ഡെക്കറേറ്റീവ് എലമെന്റ് ഉണ്ട്. പിന്നെ ഈ നമുക്ക് ഈ സ്തൂപത്തിന്റെ ഈ അണ്ടയ്ക്ക് ചുറ്റും എന്തുണ്ട്? പ്രദക്ഷിണപാത, സർക്കും ആംബുലേറ്ററി പാത്വേ എന്ന് നമ്മൾ പറയും. അത് ഈവൻ നമ്മുടെ ഹിന്ദു ടെമ്പിൾസിലും ഇത്തരത്തിലുള്ള പ്രദക്ഷിണ പാതകളുണ്ട് അല്ലെ. നമ്മൾ ആ ഗർഭഗൃഹയുടെ ചുറ്റും ഡിവോട്ടീസിന് വേണമെങ്കിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു വരാനൊക്കെ ഉള്ള സൗകര്യം പല ടെമ്പിൾസിലും ഉണ്ട്. അപ്പം പ്രദക്ഷിണ പാത. പിന്നെ എന്താ പറയാ, ലേറ്റർ ഈ മൗര്യൻ പീരീഡിനൊക്കെ ശേഷം നമ്മൾ അന്ന് പഠിച്ചില്ലേ, നമ്മുടെ സുങ്കാസിന്റെ സമയമൊക്കെ ആയപ്പോഴേക്കും എന്താണ് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഗേറ്റ് വേസ് വരാൻ തുടങ്ങി. അത് ചിലപ്പം പാട്രണൈസ് ചെയ്യുന്ന ഏതെങ്കിലും പൈസയുള്ള ഒരു ബുദ്ധിസ്റ്റ് മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈശ്യാസ് ആണല്ലോ കൂടുതലും എന്താ ട്രേഡേഴ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ പാട്രണൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താണ് ഇലാബറേറ്റ് ആയിട്ടുള്ള വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഗേറ്റ് വേ ചുമ്മാ ഒരു ഇതിന് ഭംഗിക്കല്ലാതെ അതൊരു ആർട്ടിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആയി മാറുന്നത് ഒരു പോസ്റ്റ് മൗര്യൻ പീരീഡിലാണ് അല്ലേ. അപ്പം മൗര്യൻ പീരീഡിലെ സ്തൂപാസ് റിലേറ്റീവ്ലി സിംപ്ലർ ആയിരുന്നു. പിന്നീടാണ് അത് ഓരോ കിങ്ഡംസിന്റെ കീഴിൽ വരുമ്പം കൂടുതൽ ആളുകൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നതും അതിനെ വളരെ ആർട്ടിസ്റ്റിക് വർക്കുകളാക്കി മാറ്റുന്നതും. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സ്തൂപ എന്ന് പറയുന്നത് നമ്മുടെ സാഞ്ചി സ്തൂപയാണ്. പിന്നെ മൊത്തം എത്ര സ്തൂപാസ് ഉണ്ട്? ഞാൻ അന്ന് പറഞ്ഞായിരുന്നു 9 സ്തൂപാസ് ഉണ്ട്. അതിൽ 8 ബുദ്ധന്റെ ഏതെങ്കിലുമൊക്കെ റെലിക്സ് ഉണ്ട്. 9ാമത്തെ സ്തൂപയിൽ എന്താണ്? ഈ റെലിക്സ് സൂക്ഷിച്ചു വെച്ചിരുന്ന പെട്ടിയാണ് 9ാമത്തെ സ്തൂപയുടെ ഏറ്റവും അകത്ത് കോർ സ്ട്രക്ചറിനകത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു PYQ കാണുന്നതാണ്. 23 ഒരു PYQ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിൾ ഒരു PYQ ആണ്. നോക്കിക്കേ, ദ കോൺസെപ്റ്റ് ഓഫ് സ്തൂപ ഈസ് ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ. അവിടെ തന്നെ പോയി. ബുദ്ധിസ്റ്റ് ആണോ? അല്ല. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്തൂപ വാസ് ജനറലി എ റെപ്പോസിറ്ററി ഓഫ് റെലിക്സ്. ശരിയല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സ്തൂപ വാസ് എ വോട്ടിവ് ആൻഡ് കമോമറേറ്റീവ് സ്ട്രക്ചർ ഇൻ ബുദ്ധിസ്റ്റ് സ്ട്രക്ചർ ആണല്ലോ അല്ലെ. ഒരു കമോമറേഷൻ ആണ്. ആരെ കമോമറേറ്റ് ചെയ്യുന്നത്? ബുദ്ധയാണ്. ബുദ്ധയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത്? സ്തൂപാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?
തെറ്റില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതാണ്? ഓൺലി 2. ബി ആണ് ആൻസർ. അപ്പൊ കണ്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി, നമ്മൾ സ്തൂപ എന്ന് പഠിക്കും, സാഞ്ചിയിലുണ്ട്, സാർനാഥിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, നമ്മൾ പഠിക്കും. പക്ഷെ നമ്മൾ എന്താണ്, ഒരു ഡെപ്തിൽ ഒരു ക്ലാരിറ്റി മനസ്സിലാക്കാതെ പോകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് തെറ്റും. മനസ്സിലാവും. നമ്മൾ അപ്പം തന്നെ ഇത് ശരിയാണെന്ന് എടുക്കും, ബുദ്ധിസ്റ്റിന്റെ ഒറിജിൻ കറക്റ്റ് ആണെന്ന് എടുക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പം അഗെയിൻ സ്തൂപയുടെ പാർട്സ് ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, പ്രദക്ഷിണ പാത, അതൊക്കെ. പിന്നെ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗര്യൻ പീരീഡ് മുതൽ ഇങ്ങോട്ടേക്കുള്ള നമ്മൾ ഒരു ഏൻഷ്യൻ പീരീഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേവ് ആർക്കിടെക്ചർ ആണ്. കേവ് ആർക്കിടെക്ചർ. അപ്പം നമുക്കറിയാം ഈ മൗര്യൻ പീരീഡിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കേവ് ഏതാണ്? ബരാബർ കേവ്സ് ആണ് അല്ലെ. ബരാബർ കേവ്സിന്റെ പ്രത്യേകത എന്താ? ഒരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈത്യ ആർച്ച് ഇതിന് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്? ബരാബർ കേവ്സ് ആർക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തതാണ്? അജീവികാസിന് വേണ്ടി ആര് ഡൊണേറ്റ് ചെയ്തു? അശോകനും അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സണ്ണും ഒക്കെ ഡൊണേറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പം ഇറ്റ് വാസ് ഡൊണേറ്റഡ്, അല്ലെങ്കിൽ എന്താണ്, ഈ ബരാബർ ആൻഡ് നാഗാർജുനി കേവ്സ് ഇൻ ബിഹാർ വെർ ഫോംഡ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് അശോക ആൻഡ് ഹിസ് ഗ്രാൻഡ് സൺ ദശരഥ ആൻഡ് ഡേറ്റ്സ് ബാക്ക് ടു 3rd century BC. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാവുന്നതാണല്ലോ, ബരാബർ കേവ്സ്, നാഗാർജുനി കേവ്സ്. അവിടെ വെരി ഫേമസ് ചൈത്യ ആർച്ച് ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് എ വെരി ഡെക്കറേറ്റഡ് വൺ. ഇങ്ങനെ എലഫന്റിന്റെ ഒക്കെ കുറെ മോട്ടീവ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ആർച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ഏൻഷ്യൻ പീരീഡിൽ ഒരു കേവ് ആണ് എന്ത്? ഉദയഗിരി കന്ദഗിരി കേവ്സ്. അത് ആരുടെ കേവ് ആണ്? ആരാണ് അതിനെ പാട്രണൈസ് ചെയ്തത്? കിങ് ഖരവേല ഓഫ് ഏത് ഡൈനാസ്റ്റിയാണ്? ചേടി ഡൈനാസ്റ്റി. ചേടി ഡൈനാസ്റ്റിയിലെ കിങ് ഖരവേലയാണ്. കിങ് ഖരവേല എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, അദ്ദേഹം ചേടി ഡൈനാസ്റ്റിയുടെ 3rd റൂളറാണ്. അപ്പൊ അദ്ദേഹം ജൈനിസത്തിന്റെ പാട്രണേജ് അല്ലെങ്കിൽ ജൈനിസം പാട്രണൈസ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അപ്പം എന്താണ്, നമ്മൾ ഈ ഉദയഗിരി കന്ദഗിരി കേവ്സിനകത്ത് വളരെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ഹാത്തി ഗുംഫ ഇൻസ്ക്രിപ്ഷനും റാണി ഗുംഫ ഇൻസ്ക്രിപ്ഷനും അല്ലെ. അപ്പം അതിലാണ് ഇത് വളരെ ഫേമസ് ആവുന്നത്. അപ്പൊ ഈ ജെയിൻ റിലീജിയനുമായി ബന്ധപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് ആണ് അതിൽ കാണാൻ കഴിയുക. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഖരവേലയാണ് ഇത് പാട്രണൈസ് ചെയ്തതെന്നും ഇത് ജെയിൻ റിലീജിയനുമായി ബന്ധപ്പെട്ടതാണെന്നും ഒക്കെ അല്ലെ. അപ്പം ഉദയഗിരി കന്ദഗിരി കേവ്സ്, ഒഡീഷ. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാ, അടുത്തതിലോട്ട് പോവാം. ഇതാണ് ഉദയഗിരി കന്ദഗിരി കേവ്സിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. കണ്ടോ, ഇവര് ചില കേവ്സ് ഒക്കെ ഡബിൾ സ്റ്റോറീഡ് ആണ്. ഈ റാണി ഗുംഫ കേവ് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റോറീഡ് കേവ് ആണ്. ഓക്കെ, അതുപോലെ ഇപ്പം അജാന്ത ആണെങ്കിലും അജാന്തയിൽ നമുക്ക് ഡബിൾ സ്റ്റോറീഡ് കേവ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലോറയിലാവുമ്പോഴേക്കും 3 സ്റ്റോറീഡ് വരെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഇങ്ങനത്തെ ചില മൈന്യൂട്ട് ഇൻഫർമേഷൻ ഒക്കെ ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ യൂസ് വന്നേക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കേവ് എന്ന് പറയുന്നത് കാൻഹേരി കേവ്സ് ആണ്. അതായത് ഈ മഹാരാഷ്ട്രയിൽ നമുക്ക് ഒത്തിരി ബുദ്ധിസ്റ്റ് കേവ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേവ് ആണ് കാൻഹേരി കേവ്സ്. അപ്പൊ ഈ കേവ്സിനകത്ത് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ കാർവിങ്ങും ഇതെല്ലാം ഏതാണ്ട് 1st century BC മുതൽ 10th century AD വരെ നടന്നിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ ഈ കേവ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനീഷ്യലി അത് എന്താണ്, ബുദ്ധിസ്റ്റ് കേവ് ആണ്. അപ്പൊ ഹീനയാന അല്ലെങ്കിൽ മഹായാന സെക്റ്റുകൾ മാറി മാറി അതിനകത്ത് എന്താ പറയാ, ചൈത്യാസും വിഹാരാസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഹീനയാന മാറി മഹായാന ആവുമ്പോഴേക്കും അവിടെ കുറെ അധികം ഡെക്കറേഷൻസും അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധന്റെ ഇമേജസ്, അവലോകിതേശ്വര അല്ലെങ്കിൽ ബോധിസത്വാസ് ഇവരുടെയൊക്കെ ഇമേജറീസും ഫിഗേഴ്സും ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് എന്താ പറയാ, ഒന്ന് വായിച്ചാൽ മതി. അപ്പൊ കാൻഹേരി കേവ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുംബൈ ടൗണിനോട്, ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് വിത്തിൻ മുംബൈ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് പറയത്തില്ലേ, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിനകത്താണ്. ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. കാരണം ആ ഇക്കോളജി ആൻഡ് എൻവയൺമെന്റ് പോർഷനും ഏൻഷ്യന്റ് ഇന്ത്യയും തമ്മിലാണ് ഇവിടെ ഒരു മെർജിങ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് കാൻഹേരി കേവ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ഇൻ മുംബൈ. അപ്പൊ അത് ക്ലിയർലി എന്താണ്, ഒരു ബുദ്ധിസ്റ്റ് കേവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിനകത്തോട്ട് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേവ് ആർക്കിടെക്ചർ ആണ് ഇത്
കാർലെ ചൈത്യ അല്ലെങ്കിൽ കാർലെ ഇമ്പോർട്ടന്റ് ആണ്. കാർലെ കേവ് അല്ലെങ്കിൽ കാർലെ ചൈത്യ എന്ന് പറയും അല്ലെ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഏതാണ്ട് ഒരു 160 BC മുതൽ 5th century CE വരെയൊക്കെ ഇതിനകത്ത് വർക്കുകൾ നടന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസത്തിൽ നമ്മൾ കാണുന്നതിൽ ഏറ്റവും വലിയൊരു ചൈത്യ ഹാള് ഇവിടെ കാണുന്നുണ്ട് കാർലെ ചൈത്യയില്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ വായിക്കുമ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ചൈത്യ ഹാൾ ഇസ് ഹൈലി ഡെക്കറേറ്റഡ്. ഓക്കെ, ഹൈലി ഡെക്കറേറ്റഡ് ആണ്. കണ്ടോ, നിങ്ങൾ നോക്കുമ്പോൾ പില്ലേഴ്സ് ഉണ്ട്, പില്ലേഴ്സിന്റെ അവിടെ കുറെ അധികം ഡെക്കറേഷൻസ് ഉണ്ട്. ഇതിന്റെ ഈ റൂഫ് കണ്ടോ, ഇങ്ങനെ ഒരു റിബ് ലൈക്ക്. അപ്പൊ നിങ്ങൾ ഈ ഫീച്ചർ ഓർത്ത് വെക്കണം. ഏത് ചൈത്യ ഹാൾ ആണ് ഇങ്ങനെ റിബ് ലൈക്ക്, ഇങ്ങനെ റൂഫ് ഡെക്കറേഷൻസ് ഉള്ള അല്ലെങ്കിൽ റൂഫിൽ ഇങ്ങനെ റിബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ള ചൈത്യ ഹാള്. സാധാരണ നമ്മൾ പലപ്പോഴും ഈ ചൈത്യ ഹാളിന്റെ റൂഫൊക്കെ മിക്കവാറും പ്ലെയിൻ ആയിരിക്കും മോസ്റ്റ്ലി. പക്ഷെ ഇവിടുത്തെ യുണീക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ എന്താണ്, ഇങ്ങനെ ഒരു റിബ് ലൈക്ക് പാറ്റേണിൽ അതിന്റെ റൂഫിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് കാർലെ. അപ്പൊ ബുദ്ധിസത്തിനകത്ത് നമ്മൾ കാണുന്ന ചൈത്യ ഹോൾസിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചൈത്യ ഹോളും കാണുന്നത് കാർലെ ചൈത്യാസിലാണ്. ഓക്കെ, അപ്പൊ അഗെയിൻ ഇത് ആദ്യം ഒരു ഹിനയാനിസ്റ്റ് ചൈത്യയായിരുന്നു, പിന്നീട് അത് എന്താ മഹായാനാസ് ഒക്കെ ഏറ്റെടുത്തു. ഓക്കെ, പിന്നെ ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ബുദ്ധിസവും ജൈനസവും ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, നമ്മുടെ അജാന്ത കേവ്സ്. പല വർഷങ്ങളിൽ അജാന്ത കേവ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചത് എന്താണ്, 21-ലോ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അജാന്ത കേവ്സ് ഏത് റിവറിന്റെ തീരത്താണ് അല്ലെങ്കിൽ ഏത് റിവറിനോട് ചേർന്നാണ് നിൽക്കുന്നത്? ഏത് റിവർ ആയിരുന്നു? വഘോര, റിവർ വഘോര അല്ലെ. അതിനു മുന്നേയും അജാന്തയെ കുറിച്ച് വേറെ 1-2 ചോദ്യങ്ങൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ഒരു PYQ. അപ്പം അജാന്ത കേവ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ബുദ്ധിസ്റ്റ് കേവ്. എന്താണ്, ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹോഴ്സ് ഷൂ അല്ലെ. ഒരു ഹോഴ്സ് ഷൂ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പിൽ, ഇങ്ങനെ ഒരു റഫ്ലി ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പിലാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ ഈ അജാന്ത കേവ്സിന്റെ ഒരു ഷേപ്പ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഔറംഗാബാദ് ഡിസ്ട്രിക്ട്. ഓക്കെ, വഘോര റിവർ കണ്ടോ, വഘോര റിവറിന്റെ തീരത്താണ് ഇതുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒത്തിരി കേവ്സ് ഉണ്ട്. കേവ്സിന്റെ നമ്പർ ഒന്നും പഠിക്കുകയൊന്നും വേണ്ട, ഒത്തിരി കേവ്സ് ഉണ്ട് അതിനകത്ത്. ചൈത്യാസും വിഹാരാസും ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടാതെ എന്താണ്, ഈ മഹായാന പീരീഡ് ആയപ്പോഴേക്കും അജന്ത കേവ്സിൽ വളരെയധികം മ്യൂറൽ പെയിന്റിങ്ങുകൾ വരാൻ തുടങ്ങി അല്ലെ. അപ്പം ഈ അജന്തയ്ക്കകത്തെ മ്യൂറൽസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സർവൈവ് ചെയ്യുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ബുദ്ധിസ്റ്റ് മ്യൂറൽസും കൂടെയാണ് അജന്ത കേവ്സിൽ കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ അവിടെ നമുക്കിങ്ങനെ ചില ബുക്സിലൊക്കെ നമ്മൾ അതിന്റെ പിക്ചേഴ്സ് കാണും, അങ്ങനെ അവലോകിതേശ്വര അല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പിക്ചേഴ്സൊക്കെ അല്ലെ. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ബോധിസത്വ അവലോകിതേശ്വര ഈസ് ഡെപിക്റ്റഡ് ഇൻ പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്. അതുപോലെ തന്നെ ബുദ്ധന്റെ മഹാപരിനിർവാണ ഇമേജ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങള്. അപ്പൊ മെയിൻ ആയിട്ട് ഇതാണ് സഹ്യാദ്രി ഹിൽസ് ആണ്. അപ്പൊ എന്താണ്, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഘാട്സ്. അപ്പൊ വെസ്റ്റേൺ ഘാട്സിന്റെ പാർട്ടും കൂടെയാണ് എന്ത്, നമ്മുടെ അജന്ത കേവ്സ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു PYQ ഇട്ടിട്ടുണ്ട്. അജന്ത എല്ലോറയും കൂടി അടുത്ത എല്ലോറയും കൂടി നോക്കിയിട്ട് നമുക്ക് ആ PYQയിലോട്ട് പോവാം. എല്ലോറ കേവ്സ് എന്ന് പറയുമ്പോൾ അജാന്തയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ അകലെ ഉള്ള വേറൊരു കേവ് സിസ്റ്റം ആണ് എല്ലോറ കേവ്സ്. അജന്ത കേവ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 2 സ്റ്റോറി കേവ് വരെ നമ്മൾ അജാന്തയിൽ കാണുന്നുണ്ട്. എന്നാൽ എല്ലോറയിൽ ഇതൊരു 3 സ്റ്റോറി കേവ്സ് ഒക്കെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലോറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, അജാന്തയെ കമ്പയർ ചെയ്യുമ്പോൾ 3 റിലീജിയനെയും കൂടി അതിന്റെ എലമെന്റ്സ് നമുക്ക് ഇവിടെ കാണാം. അതായത് 3 റിലീജിയന്റെ ആളുകളും ഇതിനെ പെട്രണൈസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതൊക്കെയാ റിലീജിയൻസ്? ബുദ്ധിസം, ജൈനിസം ആൻഡ് ഹിന്ദുയിസം. അപ്പൊ നിങ്ങൾക്ക് അതറിയാലോ. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എലോറ കേവ്സിനകത്ത് എന്താണ് നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള കൈലാസനാഥ ടെമ്പിൾ ഉണ്ട് അല്ലെ. അന്ന് ഞാൻ അതിന്റെ പ്രത്യേകത പറഞ്ഞായിരുന്നു. എന്താണ് കൈലാസനാഥ ടെമ്പിളിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോണോലിത്തിക് ടെമ്പിൾസ് ഇൻ ഇന്ത്യ. അപ്പൊ ഒരൊറ്റ സ്റ്റോൺ, വലിയൊരു പാറയെ നമ്മൾ കാർവ് ഔട്ട് ചെയ്തിട്ടാണ് ഈ എൻറ്റയർ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരാ ഉണ്ടാക്കിയത്? കൃഷ്ണ 1 ഓഫ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി അല്ലെ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇത് പറഞ്ഞു, ട്രിപ്പിൾ സ്റ്റോറിയുടെ എന്ന് പറഞ്ഞു.
ആ നമ്മൾ എല്ലോറ കേവ്സ് എടുക്കുമ്പോഴേ നിങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. ഈ എല്ലോറ കേവ് വളരെ ഇലാബറേറ്റ് ആണ്. അപ്പൊ അതിനകത്ത് ചില നോട്ടബിൾ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ വിശ്വകർമ്മ കേവ് അല്ലെങ്കിൽ ദി കാർപ്പൻറ്റേഴ്സ് കേവ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കാം, ഈ വിശ്വകർമ്മ കേവ് ഏത് കേവ് സിസ്റ്റത്തിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാമായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ബുദ്ധ ഇങ്ങനെ ധർമ്മചക്ര മുദ്രയിൽ കാണപ്പെടുന്ന ഒരു 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 സ്കൾപ്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. രാവൺ കി ഖായ് അതെവിടെയാണ് കാണപ്പെടുന്നത്? അതുപോലെ ഛോട്ടാ കൈലാഷ്, ദശാവതാർ ടെമ്പിൾ, ഇന്ദ്രസഭ, ജഗന്നാഥ് സഭ. ഇത് കണ്ടോ, ഇന്ദ്രസഭ, ജഗന്നാഥ് സഭ, ഇതെല്ലാം എന്താണ്? ജെയിൻ കേവ്സ് ആണ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ദ്രൻ ഒരു ഹിന്ദു ഗോഡ് ആണല്ലോ. ജഗന്നാഥ് അഗെയിൻ ശ്രീകൃഷ്ണന്റെ അല്ല ജഗന്നാഥ് ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ ഒരു ഹിന്ദു ഗോഡുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ വിചാരിക്കും. പക്ഷെ അതെന്താണ്? ജെയിൻ കേവ്സ് ആണ്. അതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? എല്ലോറ കേവ്സിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഛോട്ടാ കൈലാഷ്, അഗെയിൻ കൈലാസം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഹിന്ദു കേവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ജെയിൻ കേവ്സ് ആണ്. ആൻഡ് ദീസ് ആർ ഫൗണ്ട് ഇൻ അസോസിയേഷൻ വിത്ത് ദി എല്ലോറ കേവ് സിസ്റ്റം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഒരു ഓപ്ഷനിലോ എവിടെയെങ്കിലും നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ കിട്ടിയാലോ. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നമ്മുടെ കൈലാസനാഥ ടെമ്പിൾ ആണ്. ഈ കൈലാസനാഥ ടെമ്പിളിനെ കുറിച്ച് ഒന്ന് രണ്ട് ഫീച്ചേഴ്സ്, ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, അല്ലാതെ ഒന്ന് രണ്ട് സാധനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് നമ്മൾ കൈലാസനാഥ ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ശിവന്റെ ടെമ്പിൾ ആണെന്ന് അല്ലെ, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാൽ the temple exterior has images of Shaivite and Vaishnavite deities. കണ്ടോ, ശിവനാണ് മെയിൻ ഡീറ്റി, മെയിൻ ആയിട്ടുള്ള മൂർത്തി എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? വൈഷ്ണവൈറ്റ് ഡീറ്റീസിന്റെ ഇമേജസ് ഒക്കെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി അത് കൂടാതെ ഈ കൈലാസനാഥ ടെമ്പിൾ നിങ്ങൾ ഏകദേശം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കാർവ്ഡ് ആണ്. ഒത്തിരി അതിന്റെ സർഫസിലും അകത്തും പുറത്തും ഒക്കെ ഇഷ്ടം പോലെ കാർവിങ്സ് ഉണ്ട്. അപ്പൊ ആ കാർവിങ്സിനകത്ത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാർവിംഗ് എന്ന് വെച്ചാൽ ദ വെഡിങ് സെറമണി ഓഫ് ശിവ ആൻഡ് പാർവതി. അത് എവിടെയോ കാണാൻ പറ്റും, കാർവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈലാസ ടെമ്പിളില്, കൈലാസനാഥ ടെമ്പിളില് കാണാം. അതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? രാവണ ഷേക്കിംഗ് ദി കൈലാസ. രാവണൻ കൈലാസ പർവ്വതത്തെ എടുത്ത് ഷേക്ക് ചെയ്യുന്ന ഒരു ഇമേജറി, ആ ഒരു സാധനം എവിടെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കൈലാസനാഥ ടെമ്പിളിൽ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ മാർവലാണ്, അവിടെ ഇന്ന രണ്ട് സാധനങ്ങൾ കാണുന്നുണ്ട്, ഏതാണ് ആ ടെമ്പിൾ? അപ്പൊ നമുക്കറിയായിരിക്കണം, ഓ ഇത് ഇവിടെയാണല്ലോ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒന്ന് രണ്ട് ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതായത് രാവണ ഷേക്കിംഗ് ദി മൗണ്ട് കൈലാസ് അല്ലെങ്കിൽ കൈലാസ. പിന്നെ ഈ കല്യാണ സുന്ദര എന്ന് പറയുന്നത് ഇതാണ്, ഇവരുടെ ഈ മാരേജ് സെറമണിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഇമേജറീസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത, ഞാൻ പറഞ്ഞില്ലേ എല്ലോറ ഈ കേവ്സിനെ കുറിച്ചൊരു PYQ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു വായിച്ചേ. The caves at Badami are the oldest surviving rock cut caves in India. ബദാമി ഏത് പീരീഡിലാണ് നമ്മൾ അറിയപ്പെടുന്ന ഒരു സ്ഥലം? ചാലൂക്യാസ്. ചാലൂക്യാസ് എപ്പോഴാണ് വരുന്നത്? ഒരു 8th century AD ആണ്. അതായത് 750 ശേഷമാണ് ചാലൂക്യാസ് എമർജ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? They are the oldest surviving rock cut caves. ആണോ? അല്ല, നമുക്ക് അജാന്ത ഉണ്ട്, എല്ലോറ ഒക്കെ ഉണ്ട്, അതിന് മുന്നേ നമുക്ക് ഈവൻ ഉദയഗിരി, കന്ദഗിരി ഒക്കെ ഉണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് തെറ്റാണെന്ന് അപ്പോഴേ മനസ്സിലായി. The Barabar rock cut caves were originally made for Ajivikas. ഇവിടെ വരെ കറക്റ്റ് ആണ്. ബൈ എംപറർ ചന്ദ്രഗുപ്ത മൗര്യ. ആണോ? അല്ല. ആരാണ്? അശോകനും ഗ്രാൻഡ്സൺ ദശരഥനുമാണ്. അപ്പൊ തന്നെ ഇവിടെ തെറ്റി, ചോദ്യം തെറ്റി അല്ലെ. അറ്റ് എല്ലോറ കേവ്സ് were made for different faiths. സത്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആൻസർ ഓൺലി 3 ആണ്. ആൻസർ ഇസ് സി ഹിയർ. അപ്പൊ ഇങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ റഫ്ലി ഇതിന്റെ ഒരു ടൈം പീരീഡ്, എപ്പോഴാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിനെ പാട്രണൈസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അശോകൻ അല്ലെങ്കിൽ മൗര്യൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റി ആയതുകൊണ്ടാണ് അവിടുത്തെ രാജാക്കന്മാരെ എടുത്ത് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ ചെറിയ കിങ്ഡം എടുത്ത് പഠിക്കണം, അതൊന്നും വേണ്ട. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കിങ്ഡംസ്, അതിലെ രാജാക്കന്മാരുടെ അവരുടെ ടൈം പീരീഡ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ്സ് അതൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് പഠിക്കുക, അത് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. നമ്മൾ പിന്നെ കാണുന്ന ചില ഇമ്പോർട്ടൻറ്റ് കേവ്സ് ആണ് ബാഘ് കേവ്. ബാഘ് കേവ് എവിടാ? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ്. അപ്പൊ അതിന്റെ എന്താ തീരത്തുള്ള റിവർ എന്താണ്? ബാഘ്നി റിവർ ആണ്. കണ്ടോ? ബരാബർ അജാന്തയ്ക്ക് മുന്നെയാണ്. നമുക്ക് ബരാബർ പറയാം. അജാന്ത ഏതാണ്ട് ബരാബറിനകത്താണ് ലോമസ് ഋഷി കേവ്സ് ഉള്ളത്. അതെ അതെ. അജാന്ത റഫ്ലി ഒരു ഫസ്റ്റ് സെഞ്ചുറി BC മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു 5th സെഞ്ചുറി AD വരെയൊക്കെയാണ് അജാന്തയുടെ ഒരു സൈഡ്. അതിന് മുന്നേ നമുക്ക് ഇതുണ്ട്, ഈ ലോമസ് ഋഷി കേവ്സ് അല്ലെങ്കിൽ ബരാബർ കേവ്സ് ഒക്കെ നമുക്കുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ബാഘ് കേവ്സ് മധ്യപ്രദേശിലാണുള്ളത്. ഇത് ആക്ച്വലി ഇവിടെ ഒരു നിങ്ങൾ സൂക്ഷിച്ച് വായിക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് 9 ബുദ്ധിസ്റ്റ് കേവ്സ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് അറൌണ്ട് 5th 6th സെഞ്ചുറി AD, മോസ്റ്റ്ലി ഡ്യൂറിങ് ദി ശതവാഹന പീരീഡ്. അപ്പൊ കൺഫ്യൂഷൻ തോന്നിയോ? ശതവാഹന പീരീഡിലാണ് ഈ കേവ്സിനകത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിസ്റ്റ് സ്ട്രക്ചേഴ്സും ഇതൊക്കെ വരുന്നത്. പക്ഷെ കേവ് എക്സ്കവേറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 5th 6th സെഞ്ചുറി AD-യിലാണെന്നുള്ളത്. കാര്യം ഈ കേവ്സ് ഒക്കെ മണ്ണിനടിയിൽ അവിടെ ഇവിടെയൊക്കെ പെട്ടുപോകുമല്ലോ, പിന്നീടാണത് കുത്തിപ്പൊക്കി നമ്മൾ എടുക്കുന്നത്. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ. അപ്പൊ ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ശതവാഹന പീരീഡ് മുതൽ ഇങ്ങോട്ട് നമ്മുടെ ബാഘ് കേവ്സിൽ ഇങ്ങനെ ബുദ്ധിസ്റ്റ് ഇങ്ങനെ വിഹാരങ്ങളും ചൈത്യാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അത് എക്സ്കവേറ്റ് ചെയ്യപ്പെടുന്നത് 5th 6th സെഞ്ചുറി AD-യിലാണെന്ന് മാത്രം. ഓക്കെ, പിന്നെ ജുനഗഡ് കേവ്സ് ഗുജറാത്തിലുണ്ട്. പിന്നെ ഇതൊന്ന് നോക്കി വെക്കുക, മണ്ഡപേശ്വർ കേവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? മണ്ഡപേശ്വർ കേവ് കേട്ടിട്ടുണ്ടോ? മണ്ഡപേശ്വർ കേവ് എന്ന് പറയുന്നത് അഗെയിൻ മുംബൈനോട് ചേർന്ന് നിൽക്കുന്നതാണ്. They're also known as Mount Perir caves. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ഗുപ്ത പീരിയഡ്. ഗുപ്താസ് അല്ല പാറ്റർണൈസ് ചെയ്യുന്നത്, പക്ഷെ ഗുപ്ത പീരീഡിൽ ഡെവലപ്പ് ചെയ്തു ആസ് എ ബ്രാഹ്മണിക്കൽ കേവ് ആൻഡ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു എ ക്രിസ്ത്യൻ കേവ്. ക്രിസ്ത്യൻ കേവ് ആയിട്ട് പിന്നീട് അത് മാറ്റപ്പെട്ടു. അതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇങ്ങനെ ഒരു മണ്ഡപേശ്വർ കേവ് ഉണ്ട്, മഹാരാഷ്ട്ര മുംബൈക്ക് അടുത്താണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ഗുപ്ത പീരിയഡ് ആസ് എ ബ്രാഹ്മണിക്കൽ കേവ്, later on converted to a Christian cave. അത്രേ ഓർത്തിരിക്കുക. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലഫന്റ കേവ്സ് ആണ്. എലഫന്റ കേവ്സ് മുംബൈയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. ഇറ്റ് വാസ് ഒറിജിനലി എ ബുദ്ധിസ്റ്റ് സൈറ്റ്, ലേറ്റർ ഇറ്റ് ബിക്കേം എ ഷൈവൈറ്റ് കേവ്. ഓക്കെ, അത് എലഫന്റ കേവ്സ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് എലഫന്റ കേവ്സ്. അപ്പൊ അത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ മുംബൈയിലാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇനീഷ്യലി ഇറ്റ് വാസ് എ ബുദ്ധിസ്റ്റ് കേവ്, ലേറ്റർ ഓൺ ഇറ്റ് ബിക്കേം എ ഷൈവൈറ്റ് കേവ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇറ്റ് ഹാസ് 5 ഹിന്ദു കേവ്സ് ആൻഡ് എ പെയർ ഓഫ് ബുദ്ധിസ്റ്റ് കേവ്സ്. കണ്ടോ? അപ്പൊ ഈ എലഫന്റ കേവ്സിനകത്തുള്ള വളരെ ഫേമസ് കേവ് ആണ് മഹേഷ് മൂർത്തി കേവ്. മഹേഷ് മൂർത്തി കേവ്. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ നാസിക് കേവ്സ്. ഇത് എപ്പോഴും ഒരു പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. നാസിക് കേവ്സ്, അതിപ്പം നാസിക് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കേവ് ആണ്. ദർ ഓൾസോ നോൺ ആസ് പാണ്ഡവ്ലേനി. പാണ്ഡവ്ലേനി അത് അതിന്റെ മറ്റൊരു പേരാണ് പാണ്ഡവ്ലേനി. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് 24 ബുദ്ധിസ്റ്റ് കേവ്സ്. അപ്പം അഗെയിൻ പല ബുദ്ധിസ്റ്റ് മോട്ടീവ്സും സിമ്പിൾസും ഒക്കെ ഉണ്ട്. ഹീനയാന ആൻഡ് മഹായാന 2 സെക്റ്റുകളും ഇതിനെ പാറ്റർണൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ നാസിക് കേവ്സ്, പാണ്ഡവ്ലേനി എന്ന് പറയും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കാർവ്ഡ് ബിറ്റ്വീൻ 1st സെഞ്ചുറി BC ആൻഡ് 3rd സെഞ്ചുറി AD. അപ്പൊ ഇതെല്ലാം അജന്ത, എല്ലോറ, അല്ലെങ്കിൽ എല്ലോറ കുറച്ചുകൂടി ലേറ്റ് ആണ്. ഇപ്പം നമ്മൾ അജന്ത, കാൻഹേരി, നമ്മുടെ നാസിക് കേവ്സ് ഇതൊക്കെ ഏകദേശം ഒരു കണ്ടംപററീസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് ഒരേ സമയത്തൊക്കെ ഇതിന്റെ കാർവിങ്സ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദയഗിരി കേവ്സ് ആണ്. നേരത്തെ നമ്മൾ എന്ത് കണ്ടായിരുന്നു? ഉദയഗിരി, കന്ദഗിരി കേവ്സ് കണ്ടു. അതെവിടെയാണ്? അത് ഒഡീഷയിലാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? വെറും ഉദയഗിരി. ഉദയഗിരി കേവ്സ് അതെവിടെയാണുള്ളത്? മധ്യപ്രദേശിലാണ്, ഇന്നത്തെ മധ്യപ്രദേശിലാണ്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗുപ്ത പീരീഡിലെ വളരെ ഇമ്പോർട്ടന്റ് റൂളർ ആയിട്ടുള്ള ആരാണ്? ചന്ദ്രഗുപ്ത 2 അല്ലെ? ചന്ദ്രഗുപ്ത 2 ആണ്. നമ്മൾ വിക്രമാദിത്യൻ എന്നൊക്കെ വിളിക്കുന്ന രാജാവ് ചന്ദ്രഗുപ്ത 2. ഈ കേവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഈ കേവിനകത്ത് എന്തുണ്ട്?
ദ വരാഹ അവതാർ ഓഫ് വിഷ്ണു. വിഷ്ണുവിന്റെ വരാഹ അവതാരം എവിടെയുണ്ട്? അതിന്റെ ഒരു സ്കൾപ്ചർ ഇവിടെ ഫേമസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താണ് ചില ജെയിൻ സ്ട്രക്ചേഴ്സും ജെയിൻ ഫെയ്ത്തുമായി ബന്ധപ്പെട്ട ചില സ്ട്രക്ചേഴ്സും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഹിന്ദു സ്കൾപ്ചേഴ്സ്. നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്ത പല കേവ്സിലും നമുക്കറിയാം ആദ്യം വരുന്നതെല്ലാം ബുദ്ധിസ്റ്റ് സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഹിന്ദു ഫെയ്ത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കൾപ്ചർ എന്ന് പറയുന്നത് നമ്മുടെ വരാഹ അവതാർ ഓഫ് വിഷ്ണു ആണ് ഇൻ ദി എന്താണ് ഉദയഗിരി കേവ്സ്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഏരിയയാണ് വരാഹ അവതാർ ഓഫ് വിഷ്ണു. ഇനി നമ്മൾ മൗര്യൻ പോട്ടറി അധികം ഒന്നും പഠിക്കാനില്ല. മൗര്യൻ പോട്ടറിയെ കുറിച്ച് പറയുമ്പം ആ മൗര്യൻ പോട്ടറി ഈസ് നോൺ ആസ് എന്താണ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. അന്നൊരു കുട്ടി ഇവിടെ നിങ്ങളുടെ ടെസ്റ്റ് സീരീസിന് ചോദിച്ചില്ലായിരുന്നോ? അതാണ്. അപ്പം മൗര്യൻ പീരീഡിലെ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ ആണ്. പിന്നെ നമ്മൾ ഇച്ചിരി ഏർലി വേദിക് പീരീഡ് പറയുവാണെങ്കിൽ ഏതാ അവിടുത്തെ പോട്ടറി? പെയിന്റഡ് ഗ്രേ വെയർ അല്ലേ? ഞാൻ പറയുന്നത് ഇത് ഏർലി വേദിക്കിന്റെ പോട്ടറി ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? പെയിന്റഡ് ഗ്രേ വെയർ, അല്ലെങ്കിൽ PGW നമുക്ക് ചുരുക്കി വിളിക്കാം. ഓക്കെ, ഇതാണ്, ഇത്രേ ഉള്ളൂ. അപ്പൊ മൗര്യൻ പോട്ടറി ഈസ് ഓൾസോ നോൺ ആസ് NBPW അല്ലെങ്കിൽ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത് എന്താണ്? മൗര്യൻ സ്കൾപ്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മൗര്യൻ സ്കൾപ്ചേഴ്സിലേക്ക് പോവാം. മൗര്യൻ സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പം അധികം ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. നമ്മൾ ഈ പറയുന്ന പില്ലേഴ്സിനകത്ത് അപ്പൊ നമ്മൾ മൗര്യൻ പില്ലേഴ്സിൽ ഒത്തിരി സ്കൾപ്ചേഴ്സ് കാണുന്നുണ്ട്. ഇനി അതൊന്നും കൂടാതെ മൗര്യൻ ഇറയിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു PYQ ചോദിച്ച ഒരു സ്കൾപ്ചർ ഉണ്ട്. എന്താണ്? ധൗളി. ഞാൻ നിങ്ങൾക്ക് തന്നെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചായിരുന്നു. ധൗളി എവിടെയാണ്? ഒഡീഷയിലാണ്. അതാണ് ചോദിച്ചത്. ആ ധൗളിയുടെ പ്ലേസിൽ എന്താണ്? വളരെ ഒരു മോണോലിത്തിക് റോക്കിൽ നിന്നൊരു ആനയുടെ ഷേപ്പ് നമ്മൾ കൊത്തിയെടുത്തിട്ടുണ്ട്. അത് മൗര്യൻ പീരീഡിലാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം അശോകയുടെ സമയത്താണ് എന്താണ്? ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം എ മാസീവ് ആനിമൽ ഫിഗർ ഹാഡ് ബീൻ carved out of a boulder of rock and contains the edicts of Ashoka. അശോകന്റെ ഈഡിക്ട്സ് അടങ്ങുന്ന ഒരു സ്കൾപ്ചർ ഉണ്ട്. അപ്പൊ അതിനകത്തൊരു വലിയൊരു ആനയുടെ ഷേപ്പിൽ അത് കാർവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ധൗളി എന്ന് പറയുന്ന ആ ഒരു ധൗളി സ്കൾപ്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗര്യൻ പീരീഡിലെ ആർക്കിടെക്ചറുകളിൽ നമ്മൾ വളരെ കാണുന്ന പിന്നെയുള്ള ഒരു സ്കൾപ്ചർ എന്താണ്? യക്ഷിണി ഇമേജസ് ആണ് അല്ലെ? അപ്പം ഈ നമ്മുടെ ഈ ഹിന്ദു മിത്തോളജിയുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട ഫിഗേഴ്സ് ആണ് ഈ യക്ഷന്മാരും അല്ലെങ്കിൽ യക്ഷിമാരും ഒക്കെ അല്ലെ? യക്ഷണീസ് ഒക്കെ. അപ്പൊ അതിന്റെ എന്താ പറയാ പലതരത്തിലുള്ള സ്കൾപ്ചേഴ്സ് നമ്മൾ മൗര്യൻ പീരീഡ് മുതൽ ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം പല ഹിന്ദു ടെമ്പിൾസിലും യക്ഷി ഇമേജസ് ഒക്കെ വളരെ പ്രോമിനന്റ് ആണ്. അപ്പം നമ്മൾ മൗര്യൻ പീരീഡിൽ കാണുന്ന വളരെ ഫേമസ് ഒരു യക്ഷിയുടെ ഒരു ഫിഗർ ഉണ്ടല്ലോ. എന്താണത്? ദീദാർഗഞ്ച് യക്ഷി. ഓക്കെ, ദീദാർഗഞ്ച് യക്ഷി. ഇത് എവിടുന്നാ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്? ബീഹാർ. നിങ്ങളുടെ എനിക്കൊന്ന് NCERTസിൽ ടെക്സ്റ്റ് ഉണ്ട്, ഇമേജ് ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഗൂഗിൾ ചെയ്താലും കിട്ടും. ദീദാർഗഞ്ച് യക്ഷി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ദീദാർഗഞ്ച് യക്ഷി, ദ വെരി ഫേമസ് സ്കൾപ്ചർ, ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി മൗര്യൻ പീരീഡ്. ഓക്കെ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെയൊക്കെ കിട്ടിയേക്കാം. ദ വെരി ഫേമസ് ഏൻഷ്യൻ സ്കൾപ്ചർ നോൺ ആസ് ദി ദീദാർഗഞ്ച് യക്ഷി ഈസ് എക്സ്കവേറ്റഡ് ഡ്യൂറിങ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് എന്താണ് മെയ്ഡ് ഡ്യൂറിങ് ഡാഷ്. ടെസ്റ്റ് സീരീസിന് ചോദിച്ചിട്ടുണ്ടോ? അത് തന്നെ ഒരു ഇങ്ങനെ ഒരു ഗദ പോലത്തെ ഒരു സാധനം പിടിച്ചോണ്ട്, ഒരു ഫ്ലൈ വീലോ ആ ഒരു സാധനം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഇത്. അപ്പം ഈ മൗര്യൻ പീരീഡിലുള്ള പല സ്ട്രക്ചേഴ്സിന്റെയും പ്രത്യേകത ഹൈലി പോളിഷ്ഡ് ആണ്. നിങ്ങൾ ഈ ദീദാർഗഞ്ച് യക്ഷിയുടെ ഗൂഗിളിൽ ഇമേജ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും വളരെ പോളിഷ്ഡ് ആണ് ഈ സ്ട്രക്ചർ. അതുപോലെ മൗര്യൻ പില്ലേഴ്സിന്റെയും പ്രത്യേകത അത് തന്നെ. ആ ഷാഫ്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ നല്ല ചെത്തി മിനുക്കി നല്ല തിളങ്ങുന്ന പോലെ പോളിഷ്ഡ് ആയിരിക്കും എന്ത് മൗര്യന്റെ പല സ്കൾപ്ചേഴ്സ് മൗര്യൻ പീരീഡില്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാ അടുത്ത ഇതിനകത്തോട്ട് പോവാം. യക്ഷണീസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ യക്ഷണീസിന്റെ പ്രത്യേകത
ദോ ഇറ്റ് ഈസ് മോസ്റ്റ്ലി കമ്മിങ് ഫ്രം ദി ഹിന്ദു ടെക്സ്റ്റുകൾ മിത്തോളജീസ് എന്നൊക്കെ ആണെങ്കിലും ദ റിലേറ്റഡ് ടു ഓൾ ത്രീ റിലീജിയസ്. അതായത് ജെയിനിസത്തിന്റെ സ്കൾപ്ചേഴ്സിലും ഇമേജറീസിലും നമുക്ക് ഇത് കാണാൻ കഴിയും. ബുദ്ധിസത്തിലും യക്ഷനും യക്ഷിമാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓൾ ദ ത്രീ റിലീജിയൻസ്, മേജർ റിലീജിയൻസ് അറ്റ് ദ ടൈം. ഓക്കെ. ദീദാർഗഞ്ച് യക്ഷി, ഫ്ലൈ വിസ്ക് ക്യാരി ചെയ്യുന്ന ഒരു ദീദാർഗഞ്ച് യക്ഷി നിയർ പാറ്റ്ന, ബീഹാർ. ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൗര്യൻ പീരീഡ് അല്ലെങ്കിൽ പോസ്റ്റ് മൗര്യൻ പീരീഡിലേക്ക് വരുമ്പോഴേക്കും പിന്നീട് നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ ഏരിയ എന്താണ്? നമ്മുടെ ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ആർട്ടാണ്. അപ്പോൾ ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ആർട്ട് നമ്മൾ മൂന്നായിട്ടാണ് പറയുന്നത്. എന്താണ്? ഗാന്ധാര സ്കൂള്, മധുര സ്കൂള്, അതുപോലെ അമരാവതി സ്കൂൾ, അല്ലെ? അപ്പൊ ഗാന്ധാര സ്കൂൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ, റോമൻ സാമ്രാജ്യത്തിന്റെ ഒക്കെ ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ആ എസ്തെറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു, അതായത് നമ്മൾ ആ ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയും, അല്ലെ? ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെയധികം അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ബ്ലൂയിഷ് ഗ്രേ സാൻഡ്സ്റ്റോൺ ആയിരിക്കും. ഇനി അതേസമയം മധുര സ്കൂളും അമരാവതി സ്കൂളും ഇൻഡിജിനസ് സ്കൂളുകളാണ്. അപ്പം എന്താണ്, ഈ കൂടുതലും മധുര സ്കൂളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബുദ്ധൻ യക്ഷ ഇമേജസ് നിന്ന് ഇൻസ്പയർഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ വളരെ ലിങ്ക്ഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ബുദ്ധന്റെ ഇത്. അതുപോലെ മധുര സ്കൂൾ ഓഫ് സ്കൾപ്ചറിന്റെ പ്രത്യേകത ഹിന്ദുയിസം, ബുദ്ധിസം ആൻഡ് ജൈനിസം, മൂന്ന് റിലീജിയനുമായി ബന്ധപ്പെട്ട സ്കൾപ്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ കാണാൻ കഴിയും. അമരാവതി ആവുമ്പോഴേക്കോ ഇറ്റ്സ് ഒരു ബുദ്ധിസ്റ്റ് സ്കൂൾ തന്നെയാണ്. അതായത് കൂടുതലും ബുദ്ധനെ അല്ല ഡെപ്പിക്ട് ചെയ്യുക, ബുദ്ധന്റെ ലൈഫുമായി ബന്ധപ്പെട്ട പല ഇവന്റ്സ്, ജാതക സ്റ്റോറീസിലെ ഇവന്റുകൾ, ഇതൊക്കെയായിരിക്കും ഇവർ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കേ, മധുര സ്കൂളിന്റെ മെറ്റീരിയൽ റെഡ് സാൻഡ്സ്റ്റോൺ ആണെങ്കിൽ അമരാവതി ആണെങ്കിലോ വൈറ്റ് മാർബിൾ ആണ്. പാറ്റേണൈസ് ചെയ്ത് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, കുഷാനാസ് ആണ് നമ്മുടെ കുഷാനാസ് ആണ് അമരാവതിയെ മധുര സ്കൂളിനെയും പാറ്റേണൈസ് ചെയ്തിട്ടുള്ളത്. ശതവാഹനാസ് ആണ് അമരാവതി സ്കൂളിനെ പാറ്റേണൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ചില പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഗാന്ധാര സ്റ്റൈലിൽ കുറച്ചുകൂടെ സ്പിരിച്വൽ ആണ്, അങ്ങനത്തെ ഒരു ബുദ്ധനായിരിക്കും. ഇവിടെ എന്താണ്, ഇച്ചിരി ഒരു ഡിലൈറ്റഡ് ബുദ്ധയാണ്. പിന്നെ ബുദ്ധൻ ഇങ്ങനെ പല പോസ്റ്റുകളിൽ ഇങ്ങനെ സീറ്റഡ് പോസ്റ്റുകളിലൊക്കെ കാണും. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലും ഒരു സ്റ്റാൻഡിങ് പോസ്റ്റുകളിലായിരിക്കും കൂടുതലും കാണുക. അങ്ങനെ. എന്നാൽ ഇവിടെയാണെങ്കിലോ ഹൈലി നരേറ്റീവ് ഫോം ഓഫ് ഡെപ്പിക്ഷൻ ആണ്. അതായത് വലിയ സ്ട്രക്ചേഴ്സിനൊന്നുമല്ല പ്രാധാന്യം, എന്നാൽ ഒരു ചെറിയ മീഡിയം സൈസിൽ ബുദ്ധന്റെ എല്ലാ ലൈഫ് ഇവന്റുകളുമായി ബന്ധപ്പെട്ട സ്റ്റോറീസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഹൈലി നരേറ്റീവ് ആയിട്ടുള്ളൊരു ഡെപ്പിക്ഷൻ ആണ്. ഞാൻ ഇങ്ങനെ 3 സ്കൂളും കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഗാന്ധാര. ഒരു ഗ്രീക്ക് ദേവതയെ പോലെയൊക്കെ ആയിരിക്കും ബുദ്ധനെ അവിടെ കാണപ്പെടുക. ഇപ്പുറത്താണെങ്കിൽ അത്രയും ഗ്ലാമർ ഇല്ലെങ്കിലും മോശമില്ലാത്തൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഹെയിലോ അപ്പുറത്ത് പ്ലെയിൻ ആയിരിക്കും, പക്ഷെ ഇപ്പുറത്ത് കണ്ടോ ഹൈലി ഡെക്കറേറ്റീവ് ആയിരിക്കും ബുദ്ധന്റെ ഹെയിലോ. ഇവിടെയാണെങ്കിലും ബുദ്ധനെ ഒന്നും കാണാനില്ല, പക്ഷെ ബുദ്ധന്റെ എല്ലാ ലൈഫ് ഇവന്റുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ ഇങ്ങനെ കുരുകുരാന്നിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇനി ഞാൻ പറയുന്നത് വേറൊരു സ്കൂൾ ഓഫ് ആർട്ടാണ്, സാർനാഥ് സ്കൂൾ ഓഫ് ആർട്ട്. കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓൺലൈൻ സ്റ്റുഡൻസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ഇതൊരു നമ്മുടെ മധുര സ്കൂളിന്റെ ഒരു സബ് സ്കൂൾ ആയിട്ടാണ് നമ്മൾ ഇതിനെ പറയുക. അതിനകത്ത് ഒത്തിരി ഒന്നും പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് സാർനാഥ് സ്കൂൾ ഓഫ് ആർട്ട് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ട് നിങ്ങളൊന്ന് കേട്ടിരിക്കാം. ഇറ്റ്സ് എ സബ് സ്കൂൾ ഓഫ് മധുര സ്കൂൾ. ഓക്കെ, നമ്മുടെ മധുര സ്കൂളിന്റെ സബ് സ്കൂളാണ് സാർനാഥ് സ്കൂൾ എന്ന് പറയുക. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കുറച്ചുകൂടെ ഇങ്ങനെ ഈ ബുദ്ധന്റെ സ്റ്റാച്യൂസ്, സ്ട്രക്ചേഴ്സ് ഒക്കെ എന്താ പറയാ, കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് ഇങ്ങനെ പല നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ആ ഡ്രസ്സിങ്സിലൊക്കെ ഇച്ചിരി ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താന്ന് വെച്ചാല് ഈ സ്റ്റോണിന്റെ ഒപ്പം തന്നെ മെറ്റൽ വർക്കുകളിൽ നമുക്ക് സ്കൾപ്ചേഴ്സിനെ രൂപീകരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുൽത്താൻഗഞ്ച് ബുദ്ധ. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, സുൽത്താൻഗഞ്ച് ബുദ്ധ എന്ന് പറയുന്നത് ഒരു സാർനാഥ് സ്കൂളിൽ ഓഫ് സ്കൾപ്ചറിങ് ആണ്. അത് എന്തിലാണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ഫ്രം ബീഹാർ ആൻഡ് ഇറ്റ് ഈസ് എ കോപ്പർ സ്കൾപ്ചർ. ഇത്ര മാത്രം ഒന്ന് ഓർത്തിരിക്കുക. എവിടെയെങ്കിലും ഒരു മാച്ച് ദ ഫോളോയിങ് കിട്ടുമോ എന്തെങ്കിലും ചെയ്താലോ? സുൽത്താൻഗഞ്ച് ബുദ്ധ എവിടെയാണ്? ബീഹാർ ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് കോപ്പർ. അപ്പൊ ഇതിന്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും, അല്ലെ? ഇതിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഒരു കോപ്പർ ഷെയ്ഡിലാണ് ഇതിന്റെ ഇത് കാണുന്നത്. ഓക്കെ,
അത്രേ ഉള്ളൂ നമ്മുടെ സാർനാഥ് സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ടെമ്പിൾ ആർക്കിടെക്ചറിലോട്ടാണ് പോകുന്നത്. ടെമ്പിൾ ആർക്കിടെക്ചർ നിങ്ങൾക്കറിയാം, നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ നമ്മൾ എന്താ വിളിക്കുക? നഗര എന്ന് വിളിക്കും. സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിനെ നമ്മൾ ദ്രാവിഡ എന്ന് വിളിക്കും. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സ്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വെസര സ്റ്റൈൽ എന്ന് വിളിക്കും, അല്ലെ? നമ്മൾ അതിന്റെ ബ്രീഫ് ഐഡിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്റ്റേജസിലാണ് നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസ് ഡെവലപ്പ് ചെയ്തേക്കുന്നതെന്നാണ് നമ്മൾ പറയാം. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം ടെമ്പിൾസ്, ഫസ്റ്റ് സ്റ്റേജിലെ ടെമ്പിൾസ് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഫ്ലാറ്റ് റൂഫ് ആയിരിക്കും, പില്ലേഴ്സ് ഒക്കെ വളരെ ചെറിയ ഹൈറ്റിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ അമ്പലം പണിതിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒക്കെ വളരെ ചെറിയ പ്ലാറ്റ്ഫോമിനകത്തായിരിക്കും. അതുപോലെ ഒരു റെക്ടാങ്കുലർ ഓവറോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും നമ്മുടെ ടെമ്പിൾസ് ഒക്കെ കാണുക. അപ്പം ഇതിനകത്തൊരു ഏറ്റവും അകത്തൊരു സെക്ഷനിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേറ്റി ഉണ്ടാവും. അത്രേ ഉള്ളൂ, വലിയ ഇലാബറേഷൻ ഒന്നുമില്ല, ചെറിയൊരു സ്ട്രക്ചർ. പിന്നെ അതാണ് ഫസ്റ്റ് സ്റ്റേജ് പറയാം. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇച്ചിരൂടെ ഹൈ ആക്കാൻ തുടങ്ങി, ഈ സ്ട്രക്ചർ ഇച്ചിരൂടെ മൊത്തത്തിലൊന്ന് വലിപ്പമാക്കാൻ തുടങ്ങി. ഇപ്പം സംടൈംസ് 2 സ്റ്റോറി ടെമ്പിൾസ് ഒക്കെ കാണാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഗർഭഗൃഹയുടെ ചുറ്റുമായിട്ട് ചില സർക്യുമാംബുലേറ്ററി പാസേജ് വേ അല്ലെങ്കിൽ ആ പ്രദക്ഷിണ പാതയൊക്കെ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കുമാണ് നമ്മൾ ഇന്ന് കാണുന്ന നഗര സ്റ്റൈലിന്റെ 2 ഐക്കോണിക് ഫീച്ചേഴ്സ്. എന്താണ്? ഒന്ന് ശിഖര അല്ലെങ്കിൽ ശിഖാരാസ് എന്ന് പറയും, അത് വരുന്നതും അതുപോലെ തന്നെ പഞ്ചായത്താൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ മേക്കിംഗ് എമർജ് ചെയ്ത് വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ UPSC ഒരിക്കലും സ്റ്റേജ് എടുത്തൊന്നും ചോദിക്കത്തില്ല, പക്ഷെ ഒരിക്കൽ പഞ്ചായത്താൻ സ്റ്റൈലിനെ കുറിച്ച് എവിടെ ചോദിച്ചിട്ടുണ്ട്? ഒരു PYQ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് പഞ്ചായത്താൻ സ്റ്റൈൽ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ, അത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ NCERT-യിലൊക്കെ നമ്മൾ ഈ പഞ്ചായത്താൻ സ്റ്റൈലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സുഖമായിട്ട് അത് കുത്താം. അപ്പൊ പഞ്ചായത്താൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്താണ്? പഞ്ചായത്താൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ മേക്കിംഗ് എന്താണ്? ഒരു നടുക്കൊരു ഒരു മെയിൻ ഡയറ്റി ഉണ്ടാവും, അതിന്റെ ചുറ്റും പിന്നെ ഒരു 4 ഇവിടെ ചെറിയ ഡയറ്റീസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ ശരിക്കും മോളിൽ നിന്ന് ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഒരു ക്രൂസിഫൈഡ് പാറ്റേൺ, അല്ലെ? ഇങ്ങനെ ഒരു ക്രൂസിഫൈഡ് പാറ്റേൺ ഉണ്ടാവും. പക്ഷെ അപ്പൊ ചീഫ് ഡേറ്റി ഇവിടെ ഇരിക്കും, ബാക്കിയുള്ള സബ്സിഡറി ഷ്രൈൻസ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ 4 കോർണറിൽ. അപ്പൊ ഇതാണ്, അപ്പൊ 5 ഡേറ്റീസ് മൊത്തം ഉണ്ട്, അല്ലെ? അതാണ് നമ്മുടെ പഞ്ചായത്താൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ഈ ഒരു ടെമ്പിളിന്റെ പേര് ഓർത്ത് വെച്ചേക്കുക, ദശാവതാർ ടെമ്പിൾ അറ്റ് ദിയോഗഡ്, ഉത്തർപ്രദേശ്. ഇതാണ് ഈ ആദ്യമായിട്ട് നമ്മൾ ഈ പഞ്ചായത്താൻ സ്റ്റൈൽ എമർജ് ചെയ്ത് വരുമ്പം കാണുന്ന ഒരു ടെമ്പിൾ. ഓക്കെ, ഈ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം, പഞ്ചായത്താൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ. പിന്നെ ശിഖരാസ് എന്ന് പറയുന്നത് എന്താണ്? ആ ടെമ്പിളിന്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു സ്ട്രക്ചറാണ്. അത് നമ്മൾ ഇമേജസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം പിന്നീട് 4th സ്റ്റേജിൽ എന്താ പറയാം, കുറച്ചുകൂടെ മെയിൻ ഷ്രൈൻ ബിക്കെയിം മോർ റെക്ടാങ്കുലർ. 5th-ലേക്ക് വരുമ്പോഴേക്കും ടെമ്പിൾസിന് കുറച്ചുകൂടെ ഒരു സർക്കുലർ ഷേപ്പ് അവർ അക്വയർ ചെയ്യും. അങ്ങനെയുള്ള, അതായത് അതിന്റെ പ്ലാറ്റ്ഫോം റെക്ടാങ്കിൾ ആയിരിക്കും, പക്ഷെ പ്ലാറ്റ്ഫോമിന്റെ മേളിൽ പണിത് വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ ടെമ്പിൾസിന് ഒരു സർക്കുലർ ഔട്ട്ലുക്ക് ആയിരിക്കും കിട്ടുക. ആ ഒരു ലെവലിലോട്ടൊക്കെ ഇത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിന്റെ എവല്യൂഷൻ പറയുക. പിന്നെ നമ്മൾ ഒരു ഹിന്ദു ടെമ്പിളിന്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാങ്ക്ടം സാങ്ക്ടോറം ആണ്. നമ്മൾ ആ ഗർഭഗൃഹ എന്ന് പറയും, ആ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡൈറ്റിയെ ഹൗസ് ചെയ്തിരിക്കുന്ന പ്ലേസ് ആണ്. പിന്നെ മണ്ഡപ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഗർഭഗൃഹമെങ്കിൽ അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഏരിയ ആണ് മണ്ഡപ എന്ന് പറയുന്നത്. ഒരു ഹോൾവേ ആണ്, അതായത് ഡിവോട്ടീസിനെ കൂടുതൽ നമ്പർ ഓഫ് ഡിവോട്ടീസിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡപ, ഒരു ഹോള്. പിന്നെ ശിഖര എന്ന് വെച്ചാൽ ആ ടെമ്പിളിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്ട്രക്ചറാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ വാഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ഡയറ്റിയുടെ വാഹനമാണ് നമ്മൾ വാഹന എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ട്രാവൽ ചെയ്യുന്നു, അതിന്റെ വാഹനമായിട്ട് കണക്കാക്കുന്നു. അപ്പം ചീഫ് ഡയറ്റിയുടെ തൊട്ട് മുന്നിൽ തന്നെയായിട്ട് ഈ വാഹനവും വെച്ചിട്ടുണ്ടാവും, അല്ലെ? എന്താണ്? ശിവയുടെ നന്ദി. അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്കൾപ്ചേഴ്സ് നമുക്ക് അമ്പലങ്ങളിൽ അസോസിയേറ്റ് ചെയ്ത് കാണാൻ കഴിയും, അല്ലെ? അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പാർട്സ്. ഓക്കെ, പിന്നെ ഇപ്പൊ ടെമ്പിൾസിന്റെ ഇതാണ്. ഇപ്പൊ കണ്ടോ, ഇങ്ങനെ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ മേളിലായിരിക്കും ഇത് വെക്കുക, ടെമ്പിൾ പണിയുക. ഇപ്പൊ ഗർഭഗൃഹ ഇവിടെ ആയിരിക്കും ചീഫ് ഡേറ്റി. ശിഖര എന്ന് പറയുന്ന സ്ട്രക്ചർ ഇതാണ്. പിന്നെ എന്താണ്, അമലക, കലശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഡെക്കറേറ്റീവ് എലമെന്റ്സ് ഇതിന്റെ
മേളിൽ കാണും. പിന്നെന്താ പറയാ, നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്താണ്, ബൗണ്ടറി വാള് ആബ്സെന്റ് ആയിരിക്കും. ടെമ്പിൾ ഉണ്ടാവും, പക്ഷെ അതിന് ചുറ്റുമതിൽ കാണത്തില്ല. അതാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിന്റെ പ്രത്യേകത. എന്നാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് വരുമ്പോഴോ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള, ഈവൻ ആ ബൗണ്ടറി വാൾ പോലും വളരെ ആർട്ടിസ്റ്റിക് ആയിരിക്കും. എന്നിട്ട് ആ ബൗണ്ടറി വാളിനകത്ത് ടെമ്പിളിലേക്ക് പ്രവേശിക്കാനുള്ള വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഗേറ്റ് വേസ് ഉണ്ടാവും. ആ ഗേറ്റ് വേസ് തന്നെ എന്താണ്, ഭയങ്കര രസമുള്ള പല സ്ട്രക്ചേഴ്സും സ്കൾപ്ചേഴ്സും ഒക്കെ ഉള്ള വലിയ ആർട്ടിസ്റ്റിക് വർക്ക് ആയിരിക്കും അല്ലെ. അതാണ് വ്യത്യാസം. നമ്മൾ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ശിഖര അല്ലെ. ഈ ശിഖര തന്നെ 2-3 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പൊ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ലാറ്റിന സ്റ്റൈൽ ഓർ ദി രേഖപ്രസാദ അല്ലെ. രേഖപ്രസാദ എന്ന് പറയും. അപ്പൊ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസിന്റെ ശിഖര ഇങ്ങനെ ലാറ്റിന സ്റ്റൈലായിരിക്കും. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഫംസന അല്ലെങ്കിൽ ഫംസന ടൈപ്പാണ്. ഫംസന സ്റ്റൈൽ എന്ന് പറയും. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാറ്റിനയുടെ അത്രയും ടോളറും കേർവ്ഡും ആയിരിക്കത്തില്ല, ഇച്ചിരി ഷോർട്ടർ ആയിരിക്കും. ഞാൻ പിക്ചർ കാണിക്കാം. പിന്നെ ഉള്ളത് വല്ലഭി സ്റ്റൈൽ, ഈ വോൾട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു നമ്മുടെ ഒരു വാഗൺ ഷേപ്പിലായിരിക്കും അതിന്റെ ശിഖര പോകുന്നത്. അപ്പൊ ചില ടെമ്പിൾസ് നമുക്ക് അങ്ങനെയും ചില ശിഖരസ് കാണാൻ പറ്റും. അപ്പം ഓക്കെ, അപ്പൊ നമ്മള് ലാറ്റിന സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇങ്ങനെ മേളിലേക്ക് പോകുന്നവരും ഇങ്ങനെ ഉള്ളിലേക്ക് കർവ് ചെയ്ത് വരുന്ന സ്റ്റൈലാണ് നമ്മൾ ലാറ്റിന സ്റ്റൈൽ എന്ന് പറയാ. ഫംസന സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ചീഫ് ഡയറ്റി ഇരിക്കുന്നത്. ഗർഭഗൃഹം ഇവിടെ ആയിരിക്കും, അതിന്റെ മേളിലായിരിക്കും ഈ മെയിൻ ശിഖര വരുന്നത്. ഈ ഫംസന സ്റ്റൈൽ എന്ന് വെച്ച് ചെയ്താ കണ്ടോ, ലാറ്റിനയുടെ അത്രയും ടോളും അല്ല, അത്ര ഇലാബറേറ്റും അല്ല. ഇപ്പൊ ഇച്ചിരി ഷോർട്ടർ ആയിരിക്കും. മോസ്റ്റ്ലി ഈ ഡയറ്റിയുടെ ഫ്രണ്ടിലാണ് മണ്ഡപം, മണ്ഡപത്തിന്റെ മേളിലായിരിക്കും നമ്മൾ ഈ ഫംസന സ്റ്റൈൽ കൂടുതലും കാണുക. പിന്നെ ചില ടെമ്പിൾസിനകത്ത് നമ്മൾ ഈ വല്ലഭി ടൈപ്പ് ഒരു വോൾട്ട്, ഈ ട്രെയിനിന്റെ ബോഗീസിന്റെ മേളിലെ ഷേപ്പ് കണ്ടിട്ടില്ലേ, വോൾട്ട്, ആ ഷേപ്പിലൊക്കെ ചിലപ്പം ചില ശിഖരാസ് കാണാൻ പറ്റും. അപ്പൊ ആ 3 സ്റ്റൈലാണ് ശിഖരാസിനുള്ളത്. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഇങ്ങനെ ഇതിനെ കുറച്ച് എന്താ പറയാ, മറ്റു പാർട്സ് ഒക്കെയാണ്. ചില അമ്പലങ്ങളിൽ നമ്മളിങ്ങനെ സ്തംഭം അല്ലെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ അതിന്റെ പാർട്സ് പറയുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ സബ് സ്കൂൾസ് ഓഫ് നഗര സ്റ്റൈലാണ്. നഗര സ്കൂളിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ 3 പ്രധാനപ്പെട്ട സബ് സ്കൂൾസ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒഡീഷ സ്കൂൾ അല്ലെങ്കിൽ കലിംഗ സ്കൂൾ, പിന്നെ നമ്മൾ ഖജുരാഹോ സ്കൂൾ അല്ലെങ്കിൽ ചണ്ടേല സ്കൂൾ എന്ന് പറയും. പിന്നെന്താണ്? സോളങ്കി സ്റ്റൈൽ അല്ലെ. അപ്പോൾ ഒഡീഷ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഫീച്ചേഴ്സും നഗരയുടെ ഫീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ എന്നാൽ ചില ദ്രാവിഡ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബൗണ്ടറി വാൾസ് ഇവർക്കുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ ചില ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ വാൾസ് ആർ ഹൈലി ഡെക്കറേറ്റഡ്, പക്ഷെ ഇന്റീരിയർ വാൾസ് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ പില്ലേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, പകരം എന്താ യൂസ് ചെയ്തിട്ടുള്ള? അയൺ ഗേർഡേഴ്സ്. പില്ലേഴ്സ് കൊടുക്കുന്നത് തന്നെ ഒരു സ്ട്രക്ചറിന് സ്ട്രെങ്ത് കൊടുക്കാനാണ്. അപ്പൊ പില്ലറിന് പകരം ടോപ്പിൽ നിന്ന് ഇങ്ങനെ അയൺ ഗേർഡേഴ്സ് അല്ലെങ്കിൽ അയൺ ഉപയോഗിച്ചിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ പില്ലർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇതിനകത്ത് കാണാൻ കഴിയില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈ ശിഖര ഇവരെ വിളിക്കുന്നത് രേഖദ്യൂൾ എന്നാണ് ശിഖരാസിനെ വിളിക്കുക. മോസ്റ്റ്ലി നമ്മുടെ ലാറ്റിന സ്റ്റൈലിൽ ഇങ്ങനെ ഇൻവേർഡ് ആയിട്ട് കർവ് ചെയ്ത് പോകുന്ന ശിഖരാസ് ആയിരിക്കും കാണാൻ പറ്റുക. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ മണ്ഡപത്തിന് ഇവർ വിളിക്കുന്നത് ജഗമോഹന എന്നാണ്, അല്ലെങ്കിൽ ജഗമോഹൻ എന്ന് വിളിക്കും. പിന്നെ എന്താണ്? ഗ്രൗണ്ട് പ്ലാൻ സ്ക്വയർ ആയിരിക്കും. പിന്നെ ഒരു ഡിഫറെന്റ് ഫീച്ചർ ഞാൻ പറഞ്ഞ പോലെ ദ്രാവിഡ സ്റ്റൈലിൽ കാണുന്ന പോലെ ബൗണ്ടറി വാൾസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പുരി ജഗന്നാഥ ടെമ്പിൾ അല്ലെങ്കിൽ കൊണാർക്ക് സൺ ടെമ്പിൾ, ഇതെല്ലാം കലിംഗ സ്റ്റൈലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം കൊണാർക്ക് സൺ ടെമ്പിൾ ആണിത്. ഈ കൊണാർക്ക് സൺ ടെമ്പിളിനെ കണ്ടിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ ഒരു ഫേമസ് കോട്ട് പറയുന്നുണ്ട്. എന്താണ്? ഇവിടെയാണ് എന്താണ്? ദിസ് ഇസ് വെയർ ദി ലാംഗ്വേജ് ഓഫ് സ്റ്റോൺ സർപാസസ് ദി ലാംഗ്വേജ് ഓഫ് മാൻ എന്ന് പറയും എന്നൊരു ഫേമസ് കോട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് അത്രയും വലിയൊരു ആർക്കിടെക്ചറൽ മാർവൽ ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങളപ്പം ഒഡീഷ സ്കൂളിലെ 2-3 പ്രധാനപ്പെട്ട ടെമ്പിൾസ് ഉണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾ സെപ്പറേറ്റ് ഒരു നോട്ട് ഉണ്ടാക്കണം. ആ 3 ടെമ്പിൾസ് ഏത് പീരീഡിലാണ് പണിതത്, ഏത് കിങ്ഡം ആണ് അതിന് പാട്രണൈസ് ചെയ്ത്. അതുപോലെ ഈ സൺ ടെമ്പിളിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ സണ്ണിന്റെ റേ അടിക്കുമ്പം അതിനൊരിക്കലും നിഴല് വീഴില്ല, അങ്ങനെ എന്തൊക്കെയോ ചില ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ,
ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഖജുരാഹോ സ്കൂൾ അല്ലെങ്കിൽ ദ ചണ്ടേല സ്കൂൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ആ ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ് ആണ് ഇതിനെ പാട്രണൈസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ് ആർ ഹൈലി ഡെക്കറേറ്റഡ്. അപ്പോൾ ഡെക്കറേറ്റഡ് മാത്രമല്ല, വളരെ എന്താ പറയുക, ഇറോട്ടിക് ആയിട്ടുള്ള കുറേ സ്കൾപ്ചേഴ്സ് നമുക്ക് ഖജുരാഹോ സ്കൂളിന്റെ ടെമ്പിൾ സ്ട്രക്ചേഴ്സിൽ കാണാൻ കഴിയും. പിന്നെന്താ പറയാ, ദേ വെർ മെയ്ഡ് ഓഫ് സാൻഡ് സ്റ്റോൺ, അതുപോലെ പഞ്ചായത്താൻ സ്റ്റൈലുണ്ട്. പിന്നെ ടെമ്പിൾസ് വെർ ജനറലി നോർത്ത് ഓർ ഈസ്റ്റ് ഫേസിങ്. പിന്നെന്താണ്, ഖജുരാഹോ സ്കൂള് എന്താണ് ഹിന്ദുയിസവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ജെയിൻ റിലീജിയന്റെ ടെമ്പിൾസും ഈസ്റ്റ് സ്റ്റൈൽ ഓഫ് സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ പഠിച്ചാൽ മതി. അഗെയിൻ ഈ ടെമ്പിൾസിനെ കുറിച്ച് നിങ്ങളൊന്ന് ഒരു സെപ്പറേറ്റ് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കണം. കന്ദരിയ മഹാദേവ ടെമ്പിൾ ആര് ഉണ്ടാക്കി, ആര് പാട്രണൈസ് ചെയ്തു, ഏത് പീരീഡിൽ വന്നു. ലക്ഷ്മണ ടെമ്പിൾ അത് അഗെയിൻ ഏത് കിങ് ആണത് പണിതത്, ഏത് പീരീഡ് ആണ്. അങ്ങനത്തെ വെരി ബേസിക് എന്താ പറയുക ഇൻഫോ, വളരെ ഒരു 3 to 4 ലൈനിലുള്ള നോട്ട് മതി. അത്ര ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഖജുരാഹോ ടെമ്പിൾ കണ്ടോ, ഇത് കണ്ടോ, ആ എല്ലാ സ്റ്റൈലും വളരെ കറക്റ്റ് ആണ്. ഇങ്ങനെ അമലക കലശ് അതെല്ലാം ഉണ്ട്. ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് കണ്ടോ. ഇത് ശിഖര ടൈപ്പ് ആണെങ്കിൽ ഇത് കണ്ടോ ഫംസന സ്റ്റൈലിലായിരിക്കും. ഇവിടുത്തെ ഫ്രണ്ടിലേക്കുള്ള സാധനങ്ങൾ ആ സ്റ്റൈലായിരിക്കും. അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ്, സോളങ്കി സ്കൂൾ. സോളങ്കി സ്കൂളിന്റെ വേറൊരു പേരാണ് മാരു ഗുർജാര സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം സോളങ്കി സ്കൂളിന്റെ ഒരു പ്രത്യേകത, സോളങ്കി ഡൈനാസ്റ്റിയാണ് ഇത് പാട്രണൈസ് ചെയ്യുന്നത്. ഇവരുടെ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെപ്പ് വെല്ലുള്ള ടെമ്പിൾസ് ആണ് ഈ സോളങ്കി സ്കൂളിൽ വരുന്നത്. അപ്പം ഈ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ കണ്ടോ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ടൈനി എന്തുണ്ട് ഷ്രൈൻസ് ഉണ്ട്. അതാണ് ഈ സോളങ്കി സ്കൂളിന്റെ പ്രത്യേകത. എന്താ പറയാ, ഇനി അതിന്റെ വേറൊരു പ്രത്യേകത, ദ ടെമ്പിൾ വാൾസ് വെർ ഡിവോയ്ഡ് ഓഫ് എനി കാർവിങ്സ്. അതായത് അകത്തും കാർവിങ്സ് ഇല്ല, പുറത്തും കാർവിങ്സ് ഇല്ല, വെരി പ്ലെയിൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു they used a variety of materials including sandstone, black basalt, soft marble, അങ്ങനെ പല മെറ്റീരിയൽസിൽ ഇവരുടെ ടെമ്പിൾസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു സൺ ടെമ്പിൾ അറ്റ് മൊധേര. അവിടെയും എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏതൊക്കെയോ ചില പ്രത്യേക സമയങ്ങളിൽ സൺലൈറ്റ് വീഴുമ്പം എന്തൊക്കെയോ ചില യുണീക്ക് ഫീച്ചേഴ്സ് ഈ ടെമ്പിളിനുണ്ട്. അതുകൊണ്ടാണ് ഈ സൺ ടെമ്പിൾസിനൊക്കെ അങ്ങനെ എന്തോ ഒരു ആർക്കിടെക്ചറൽ പ്രത്യേകതയുണ്ട്. ഇക്വിനോക്സിന്റെ സമയത്ത് എന്താണ്, എന്താണ് അങ്ങനെ എന്തോ ഇക്വിനോക്സിന്റെ സമയത്ത് സൺലൈറ്റ് വീഴുമ്പോൾ എന്തോ പ്രത്യേകത, ഷാഡോ വരത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക. ഓക്കെ, ഇനി നമ്മള് അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ ദ്രാവിഡ സ്റ്റൈലിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു. ദ്രാവിഡ സ്റ്റൈലിൽ ഷിഖാരെ അവരെന്താ വിളിക്കുക, വിമാന എന്നാ വിളിക്കുക. അതാണ് ഒരു വ്യത്യാസം. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ബൗണ്ടറി വാൾസ് ഉണ്ട്. പിന്നെ അതിനകത്തൊരു വാട്ടർ അല്ലെങ്കിൽ ഒരു ടാങ്ക് ഉണ്ടാവും, ഒരു വെള്ളത്തിന്റെ ഒരു സോഴ്സ് ഉണ്ടാവും. പിന്നെ എലാബറേറ്റ് ആയിട്ടുള്ള ഗോപുരം അല്ലെങ്കിൽ ഗേറ്റ് വേസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഗേറ്റ് വേസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ യക്ഷി ഇമേജസ്, ദ്വാരപാലകാസ് അങ്ങനെയൊക്കെ. മറ്റേ ശബരിമലയിലെ ദ്വാരപാലകന്റെ പാളി എടുത്തുകൊണ്ട് ആ കേസൊക്കെ ഇല്ല, അത് തന്നെ. അപ്പൊ ദാറ്റ് ഓൾ ബിലോങ്സ് ടു ദ ദ്രാവിഡ സ്റ്റൈൽ. അപ്പൊ ദ്വാരപാലക ഇമേജസും സ്കൾപ്ചേഴ്സും ഒക്കെ അതിനകത്ത് കാണും. ഓക്കെ, പിന്നെ ഈ ദ്രാവിഡ സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത 5 ഷേപ്പിൽ ഇത് കാണപ്പെടുന്ന പറയാം. ചിലത് സ്ക്വയർ ആയിരിക്കും, ചിലത് എലിപ്റ്റിക്കലായിരിക്കും, റെക്ടാംഗിൾ ആയിരിക്കും, ചിലത് ഒക്ടാഗണൽ, സർക്കുലർ, ഇങ്ങനെ പല ഷേപ്പിലും ദ്രാവിഡ ടെമ്പിൾസ് കാണാൻ പറ്റും. ഇപ്പൊ കേരളത്തിലേക്ക് തന്നെ പല ടെമ്പിൾസും അങ്ങനെയല്ല, എല്ലാം ഒരേപോലെ അല്ലല്ലോ, ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ. ഓക്കെ, പിന്നെ നമ്മള് പറയുവാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ, നമ്മുടെ പല്ലവ ആർക്കിടെക്ചർ ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്, അപ്പോൾ ഒത്തിരി ഇലാബറേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ മഹേന്ദ്ര വർമ്മൻ ഗ്രൂപ്പ് ഉണ്ട്. ആദ്യത്തെ എന്താണ് റോക്കറ്റ് ടെമ്പിൾസ് ആണ്. അത് വലിയ എലാബറേറ്റ് അല്ല. പിന്നീട് വരുന്നത് എന്താണ് നരസിംഹ ഗ്രൂപ്പാണ്. ഈ റോക്കറ്റ് ടെമ്പിൾസിൽ തന്നെ കുറച്ചുകൂടി ഇൻട്രിക്കേറ്റ് കാർവിങ്സും ഡെക്കറേഷൻസും ഒക്കെ വരുന്നുണ്ട്. അവിടെയാണ് രഥ ടൈപ്പ് ഓഫ് ടെമ്പിൾസ് എമർജ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ് പഞ്ചപാണ്ഡവ രഥ അല്ലെ. പിന്നെ നമ്മൾ രാജസിംഹ ഗ്രൂപ്പ് വരുമ്പോഴാണ് പ്രോപ്പർ പല്ലവ ഇറയിലുള്ള സ്ട്രക്ചറൽ ടെമ്പിൾസ് വരുന്നത്. അപ്പം ആരാണ് രാജസിംഹം പറയുന്നത്, ആരാണ് നരസിംഹവർമ്മൻ ദ സെക്കൻഡ് ആണ്. പിന്നെ അടുത്തത് നന്ദിവർമ്മൻ ഗ്രൂപ്പ്. എന്താ പറയാ, തൊട്ട് മുന്നത്തെ ഫേസിനേക്കാളും കുറച്ച് സ്മോളർ സൈസിലുള്ള ടെമ്പിൾസ് ആണ് വരുന്നത്. ഈ രാജസിംഹ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ പറയുന്ന മാമല്ലപുരത്തെ ആ യുനെസ്കോ
ഇത് കിട്ടിയിട്ടുള്ള അല്ലേ? എന്തൊക്കെയാണ്? ഷോർ ടെമ്പിൾ അറ്റ് മഹാബലിപുരം, പിന്നെ എന്താണ് കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചീപുരം. ഇതെല്ലാം നമ്മുടെ പല്ലവ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ ഇത് ഞാൻ മഹാബലിപുരത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നോക്കിക്കേ, പഞ്ചപാണ്ഡവരഥാസ്. എന്താ? ഓക്കെ ഓക്കെ. നമ്മള് പഞ്ചപാണ്ഡവരഥാസ് ഉണ്ട് നമ്മുടെ മഹാബലിപുരത്ത്. അത് നരസിംഹവർമ്മൻ 1ന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ്. പിന്നെ അപ്പം കണ്ടോ, പഞ്ചപാണ്ഡവന്മാരുണ്ടല്ലോ, ധർമ്മരാജരഥ, ഭീമരഥ, അർജുനരഥ, നകുല ആൻഡ് സഹദേവരഥ, ഇതെല്ലാം ഉണ്ട് അവിടെ. പിന്നെ നമ്മള് ചില റോക്കറ്റ് ടെമ്പിൾസ് കാണാം, ഓപ്പൺ എയർ റോക്ക് റിലീഫ്സ് കാണാം. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ നമ്മൾ മഹാബലിപുരത്ത് കാണുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോക്കിൽ കൊത്തിയെടുത്തിട്ടുള്ള ചില റിലീഫ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്ന അർജുനാസ് പെനൻസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ദ ഭഗീരഥാസ് പെനൻസ്. പിന്നെ നമ്മൾ എന്താ പറയാ, ഒരു മങ്കി ഇങ്ങനെ പേനൊക്കെ എടുത്ത് കൊടുക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു റിലീഫ് ഉണ്ട് മഹാബലിപുരത്ത്. അത് എവിടെ NCERT എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അർജുനാസ് പെനൻസ് അല്ലെങ്കിൽ അതുപോലെ ഡിസെൻറ്റ് ഓഫ് ദി ഗാഞ്ചസ്, ഓൾസോ നോൺ ആസ് അർജുനാസ് പെനൻസ് ഓർ ഭഗീരഥാസ് പെനൻസ്. ഈ സ്ട്രക്ചർ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? മഹാബലിപുരത്താണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ പല്ലവ ആർക്കിടെക്ചർ. ഓക്കെ. പിന്നെ അതാ ഷോർ ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ 2 ചെറിയ ടെമ്പിൾസും ഒരു വലിയ ടെമ്പിളും ഉണ്ട്. അതിൽ എന്താണ്, ലോർഡ് ശിവയും ലോർഡ് വിഷ്ണു ഒക്കെ ഡേറ്റീസ് ആയിട്ട് ആ ടെമ്പിൾസിലുണ്ട്. ഓക്കെ. അപ്പൊ കണ്ടോ, വിഷ്ണുവിന്റെ ഒരു അനന്തശയനം പോസ്റ്റിലുള്ള ഒരു സ്കൾപ്ചർ ഒക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഷോർ ടെമ്പിളിൽ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ചില നോട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മള് ചോള ടെമ്പിൾസ്, അധികം ഒന്നും പറയാനില്ല. ചോള ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദി ബൃഹദേശ്വര ടെമ്പിൾ. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ദ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? മൂന്ന് ചോള ടെമ്പിൾസിന് നമ്മൾ ദ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്നാ പറയാ. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ ബിൽറ്റ് ബൈ രാജരാജ ചോള അല്ലെങ്കിൽ രാജരാജ 1. രണ്ടാമത്തെ നമ്മുടെ ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ ബിൽറ്റ് ബൈ രാജേന്ദ്ര 1. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാണത്? ഐരാവതേശ്വര ടെമ്പിൾ ബൈ രാജരാജ ചോള 2. ഈ രാജേന്ദ്രയ്ക്ക് ശേഷം വരുന്ന ഒരാളാണ്. അപ്പം ഐരാവതേശ്വര ടെമ്പിൾ. അപ്പൊ ഇത് മൂന്നിനെയും നമ്മൾ ഒരുമിച്ച്, ഈ മൂന്നുമാണ് ദ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് പറയുന്നത്. വേറെയും ചോള ടെമ്പിൾസ് ഉണ്ട്, പക്ഷെ ഗ്രേറ്റസ്റ്റ് അമംഗ് ഓൾ ഓഫ് ദം ഇസ് ദീസ് 3 ടെമ്പിൾസ്. ഓക്കെ. അപ്പൊ ഈ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആരാണ് കൺസ്ട്രക്ട് ചെയ്തത് എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ ഈ ഐരാവതേശ്വര ടെമ്പിളിലാണ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നന്ദി ഇതുള്ളത്. എനിക്കൊന്ന് ഈ ബുള്ള് ഇങ്ങനെ എല്ലാ വർഷവും കുറേശ്ശെ വലുതാവും, അങ്ങനെ എന്തോ ഒരു കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തോ ഒരു അവിടെ ആളുകൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ഈ ബുള്ള് ഇങ്ങനെ എന്തോ ചെറിയ രീതിയിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു ആളുകൾ വിശ്വസിക്കുന്നു. അതിന്റെ പിറകിലുള്ള സയൻസോ ലോജിക്കോ നമുക്കറിയില്ല, വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ദിസ് നന്ദി ബുൾ ഇമേജസ് സ്കൾപ്ചർ ഇസ് വെരി ഫേമസ്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ഫാക്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ ടെമ്പിൾ ഇസ് ബിൽറ്റ് യൂസിങ് ഇന്റർലോക്കിംഗ് സ്റ്റോൺസ് വിത്തൗട്ട് എനി മോട്ടർ, മേക്കിംഗ് ഇറ്റ് എർത്ത് റെസിസ്റ്റന്റ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. എന്താണ് നമ്മുടെ വെസര സ്കൂൾ. അപ്പൊ വെസര സ്കൂളിനെ കുറിച്ച് നമുക്ക് ഒത്തിരി ഒന്നും എംഫസൈസ് ചെയ്യാനില്ല. 2 നഗര സ്കൂളിന്റെയും ദ്രാവിഡയുടെയും മിക്സ്ചറാണ്. എന്താ പറയാ, ഇപ്പൊ നമ്മള് നഗര സ്റ്റൈലിൽ നിന്ന് എന്തൊക്കെയാ അവർ എടുത്തിട്ടുള്ളത്? ഈ കർവിലീനിയർ ഷിഖാര, അതുപോലെ സ്ക്വയർ ബേസ് ഓഫ് ടെമ്പിൾസ്, അതൊക്കെ അവർ നഗര സ്കൂളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്താണ്, ഇൻട്രിക്കേറ്റ് കാർവിങ്സ്, സ്കൾപ്ചേഴ്സ്, ഡിസൈൻ ഓഫ് വിമന, അങ്ങനത്തെ ചില അതുപോലെ ഇങ്ങനെ ബൗണ്ടറി വാൾസ്, ഇതൊക്കെ അവർ ദ്രാവിഡ സ്റ്റൈലിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ കൂടുതലൊന്നും നമുക്ക് അധികം പറയാനില്ല. ആരൊക്കെയാണ് അതിനെ കൂടുതൽ പാട്രണൈസ് ചെയ്തിട്ടുള്ളത്? ചാലൂക്യാസ്, രാഷ്ട്രകൂടാസ് ആൻഡ് ഹൊയ്സാലാസ്. അപ്പം ഹൊയ്സാല ടൈപ്പ് കണ്ടോ, ഇതിന്റെ പല എല്ലാത്തിൻ്റെയും കൂടി ഒരു അഡോപ്ഷൻ ആണ് നമ്മുടെ വെസര സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഹൊയ്സാല സ്റ്റൈൽ അന്ന് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ? എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സ്റ്റാർ ലൈറ്റ് പ്ലാറ്റ്ഫോമിലാണ് അത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റെല്ലൈറ്റ് ഷേപ്പ് നമ്മൾ പറയും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഹൊയ്സാല ടെമ്പിൾസ് ആർ മെയ്ഡ് ഓഫ് സോപ്പ് സ്റ്റോൺ. എന്താ പിന്നെ പറഞ്ഞേ? അതെ. ആ പ്ലാറ്റ്ഫോം ഇച്ചിരിയുടെ ഹൈ ആയിരിക്കും.
അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഹൊയ്സാല ടെമ്പിൾസ് ഇല്ലേ, ഏറ്റവും പ്രോമിനൻ്റ് ഒരു 2-3 ഹൊയ്സാല ടെമ്പിൾസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ആരുണ്ടാക്കി, ഏത് പീരീഡിൽ വന്നു, അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ ടാസ്കുകളാണ്. എല്ലാത്തിനും ഒരു ഷോർട്ട് നോട്ട് മതി കേട്ടോ. അതിന് ഒത്തിരി റിസർച്ച് ഒന്നും ചെയ്ത് പോകണ്ട. ഒരു 3-4 ലൈൻസ്. ഓക്കെ. ഇനി നമ്മൾ വിജയനഗര ആർക്കിടെക്ചറിനെ കുറിച്ചാണ് പറയാം. ടെമ്പിൾ ആർക്കിടെക്ചർ. അപ്പം വിജയനഗര ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നമ്മുടെ ദ്രാവിഡ സ്റ്റൈലും അല്ലെങ്കിൽ വെസ്റ്റര സ്റ്റൈലിൽ നിന്നുള്ള അയൽവക്കത്തു നിന്നുള്ള എല്ലാ ഇൻഫ്ലുവൻസും എടുത്തിട്ടുള്ള ആളുകളാണ് വിജയനഗര. അപ്പൊ നമ്മൾ അന്ന് മാപ്പൊക്കെ കണ്ടപ്പോൾ കണ്ടില്ലായിരുന്നോ, വിജയനഗരസിന്റെ ഒരു ഇമ്പോർട്ടന്റ് അയൽവാസി ആരായിരുന്നു? ഡെക്കാൻ സുൽത്തനേറ്റ്സ് ആയിരുന്നു. കാര്യം അവർ തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിലും ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വിജയനഗര സ്റ്റൈലിന്റെ പ്രത്യേകത, along with ചോള അല്ലെങ്കിൽ ഇങ്ങനത്തെ വെസര സ്റ്റൈൽ, they have also adopted the Deccani സുൽത്തനേറ്റ്സിന്റെ ചില ഇസ്ലാമിക് എലമെന്റ്സും അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിജയനഗര കിങ്ഡത്തിലെ ചില സ്ട്രക്ചേഴ്സ് കാണുമ്പം ആർച്ചസ്, ഡോംസ്, ഇതൊക്കെ എന്താണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ എലമെന്റ്സ് അല്ലേ. അതൊക്കെ ഇവരുടെ ചില ടെമ്പിൾസിലേക്ക് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ വിജയനഗര കിങ്ഡത്തിന്റെ ആ സ്റ്റൈലിനെ, സിൻസ് ഇറ്റ് ഇസ് എ വെരി യുണീക് സ്റ്റൈൽ, നമ്മൾ അതിനെ പ്രോവിഡ സ്റ്റൈൽ എന്ന് വിളിക്കും. പ്രോവിഡ സ്റ്റൈൽ. ഓക്കെ. ഇനി നമ്മൾ പിന്നെ ചില യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വിജയനഗര കിങ്ഡത്തിന്റെ സമയത്ത് എമർജ് ചെയ്തു വന്നിട്ട്, ഒന്നെന്താണ്, എലാബറേറ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഗോപുരംസ് അല്ലെ. അതെന്താ വിളിക്കുക? രായ ഗോപുരംസ് നമ്മൾ വിളിക്കും അല്ലെ, രായ ഗോപുരംസ്. അപ്പൊ അങ്ങനത്തെ ഗോപുരംസ് എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് മണ്ഡപാസ്. ഇപ്പം മണ്ഡപാസ് ഉണ്ട് എല്ലാ ടെമ്പിളിനകത്തും, പക്ഷെ വിജയനഗര ടെമ്പിൾസിന്റെ പ്രത്യേകത എന്താ? പല ടൈപ്പ് ഓഫ് മണ്ഡപാസ്. അതിൽ ഏറ്റവും പ്രോമിനന്റ് എന്താണ്? കല്യാണ മണ്ഡപ അല്ലെ. അപ്പം ഈ റോയൽ ഹൗസ് ഹോൾഡ്സിന്റെ ആളുകളുടെ കല്യാണങ്ങളൊക്കെ നടത്തുന്നതൊക്കെ കല്യാണ മണ്ഡപയിലായിരിക്കും. അതുപോലെ മറ്റ് പല പർപ്പസിനും വേറെ മണ്ഡപങ്ങളൊക്കെ ടെമ്പിൾസിനോട് അസോസിയേറ്റ് ചെയ്ത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ രായഗോപുരംസ്, മണ്ഡപാസ്, ഇതൊക്കെയാണ് നമ്മുടെ വിജയനഗരയുടെ പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ദി കൺസ്ട്രക്ഷൻ ഓഫ് അമ്മൻ ഷ്രൈൻ. അമ്മൻ ഷ്രൈൻ എന്ന് വെച്ചാൽ, ഇപ്പം മെയിൻ ടെമ്പിളിനകത്തിരിക്കുന്ന ഒരു മെയിൽ ഗോഡാന്ന് വിചാരിച്ചു, ആ ഗോഡിന്റെ സ്പൗസ് ആണ് അമ്മൻ എന്ന് പറയാം. ഓക്കെ. അപ്പം ആ അമ്മന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനോട് ചേർത്ത് വേറൊരു ടെമ്പിളും കൂടി, ചെറിയൊരു ടെമ്പിൾ നമ്മൾ പണിയും. അപ്പം എമർജൻസ് ഓഫ് അമ്മൻ ഷ്രൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യുണീക് ഫീച്ചർ ഓഫ് വിജയനഗര ആർക്കിടെക്ചർ. നമ്മൾ മെയിൻസിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ എലമെന്റ്സ് ഒക്കെ നമ്മുടെ ആൻസേഴ്സിൽ വരണം. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഡിസ്ക്രൈബ് ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് വിജയനഗര ടെമ്പിൾ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ മസ്റ്റായിട്ട് ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് വേണം പറയാൻ. ഓക്കെ. പിന്നെ നമ്മൾ ഇതാ പറയുവാണെങ്കിൽ എന്താണ്, ടെമ്പിൾസ് വെർ എക്യുപ്ഡ്. പിന്നെ ഈ വിജയനഗര ടെമ്പിൾസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ടെമ്പിൾസിനകത്ത് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പില്ലേഴ്സ് കാണാൻ പറ്റും. മ്യൂസിക്കൽ പില്ലേഴ്സ് എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പൊ വളരെ എലാബറേറ്റ് അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂമറസ് പില്ലേഴ്സ് ഈ ടെമ്പിൾസിനകത്ത് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയാ, വിത്തല സ്വാമി ടെമ്പിൾ, ഇതൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പം വിരുപക്ഷ ടെമ്പിൾ, രഘുനാഥ ടെമ്പിൾ, ഇതൊക്കെ എന്താണ് വിജയനഗര പീരീഡിലെ പ്രോമിനന്റ് ടെമ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗെയിൻ ഒരു 3-4 വിജയനഗര ടെമ്പിൾസിനെ കുറിച്ചൊരു ചെറിയ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. ഹസാര ടെമ്പിൾ, വിരുപക്ഷ ടെമ്പിൾ, ഇതിനെ കുറിച്ചൊക്കെ തന്നെ, വിത്തല ടെമ്പിൾ, ഈ 2-3 കുറിച്ചെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്തേക്കണം. ആരുടെ സമയത്താണ്, എന്തെങ്കിലും മറ്റ് പ്രത്യേകതകളൊക്കെ കണ്ടോ. ഈ ചാരിയറ്റ് ഷേപ്ഡ് ടെമ്പിൾ ആണ് നമ്മുടെ വിത്തല ടെമ്പിൾ എന്ന് പറയുന്നത്. ആരാ വിത്തല? വിത്തല ഈസ് വിച്ച് ഗോഡ്? വിഷ്ണു. അപ്പൊ വിരുപക്ഷയോ? ദാറ്റ് ഇസ് ശിവ. അപ്പൊ അങ്ങനെ ഉള്ള കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഇതെന്താണ്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ടെമ്പിൾസ് ഓഫ് ഇന്ത്യ. അപ്പൊ അത് എന്താണ്, എവിടെയാണ്, ഏത് ഡൈനാസ്റ്റിയാണ്, അത്രയെങ്കിലും അതിന്റെ റഫ് ഒരു പീരീഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ തന്നെ റിവൈസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലേക്കാണ്. അപ്പം ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 4 കാറ്റഗറിയിലേക്ക് തിരിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓൺലൈനിലുള്ള സ്റ്റുഡൻസിന് ഇതുവരെ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ശരി ശരി. ഓക്കെ. അപ്പം കണ്ടിന്യൂ ചെയ്യാം.
അപ്പം ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് 4 കാറ്റഗറിയിൽ പഠിക്കാൻ പറ്റും. ഒന്ന് എന്താണ്, ഇമ്പീരിയൽ സ്റ്റൈൽ നമ്മൾ വിളിക്കും. അത് ബേസിക്കലി ഒന്നുമല്ല, നമ്മുടെ ഡൽഹി സുൽത്തനേറ്റിന്റെ സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുക. പിന്നെ പറയുന്നത് വെച്ചാൽ പ്രൊവിൻഷ്യൽ സ്റ്റൈലാണ്. അതായത് ഈ സുൽത്തനേറ്റ് പീരീഡിൽ അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഡിക്ലൈൻ ചെയ്യുമ്പോഴേക്കും ഒക്കെ ഈ ചില പ്രൊവിൻസസിലൊക്കെ എന്ത് ചെയ്യും, അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ചില റീജിയണൽ സ്റ്റൈൽസ് വരും. അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന മാണ്ഡു, ഗുജറാത്ത്, ബംഗാൾ ആൻഡ് ജുവാൻപൂർ സ്റ്റൈലാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ മുഗൾ സ്റ്റൈൽ പറയും. അതുപോലെ തന്നെ ഡെക്കനി സ്റ്റൈൽ. ഡെക്കനി സ്റ്റൈൽ അധികം പഠിക്കാനൊന്നുമില്ല, 1-2 സ്ലൈഡേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ബ്രോഡർ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഒന്ന്, യൂസ് ഓഫ് ആർച്ചസ്. ആർച്ചസ് നമ്മുടെ എന്താ പറയാ, ഇതിന് മുന്നേ ഉണ്ട്, പക്ഷെ എന്താണ്, ആർച്ച് ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ചില വ്യത്യാസമുണ്ട് അല്ലെ. അതായത് ട്രാബിയേറ്റ് സ്റ്റൈലായിരുന്നു ഈ ഇൻഡോ ഇസ്ലാമിക് സ്ട്രക്ചേഴ്സ് വരുന്നതിന് മുന്നേ ഉള്ളത്. ട്രാബിയേറ്റ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഇതാണ്, അതായത് ഇങ്ങനെയാണ് ഈ സ്ട്രക്ചറിന്റെ വെയിറ്റ് താങ്ങാൻ ഇവർ ഉപയോഗിച്ചത്. ഇങ്ങനത്തെ ഒരു ലിന്റൽ ആൻഡ് ബീം പോലത്തെ ഈ സ്ട്രക്ചറിലാണ്. പക്ഷെ ഈ ഇസ്ലാമിക് ആർച്ചിന്റെ പ്രത്യേകത എന്താ, ഇങ്ങനെ നമ്മൾ ഇപ്പൊ കാണുന്ന പോലത്തെ ഇങ്ങനത്തെ ആർച്ചാണ്. അപ്പൊ ഇവിടെ ഒരു കീ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് വരുമ്പം ഇവിടെ സ്റ്റോൺസ് ഉണ്ടാവും, ഇങ്ങനെ സ്റ്റോൺസ് ഉണ്ട്. അപ്പൊ ഈ കീ സ്റ്റോൺ വളരെ എന്തായിരിക്കും, മുകളിലുള്ള സ്ട്രക്ചറിന്റെ വെയിറ്റ് ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് താങ്ങി നിർത്തും. അപ്പൊ അങ്ങനെ സ്ട്രക്ചർ കുറച്ചുകൂടെ സ്റ്റേബിളും എന്താ പറയാ, സെക്യൂർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ചില ആർക്കിടെക്ചറൽ ഡിഫറൻസസ് ആര് കൊണ്ടുവന്നു, നമ്മുടെ ആർച്ച് ഉണ്ടാക്കുന്നതിൽ ഈ എന്താ പറയാ മുസ്ലിം റൂളേഴ്സും ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ എന്താ പറയാ, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ആർക്യുവേറ്റ് സ്റ്റൈൽ ഓഫ് ആർച്ച് മേക്കിംഗ് ആണ്. അപ്പൊ ആർക്യുവേറ്റ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്, ട്രാബിയേറ്റ് സ്റ്റൈലിനെ മാറ്റി റിപ്ലേസ് ചെയ്തു വന്ന പുതിയ സ്റ്റൈലാണ്, ബെറ്റർ സ്റ്റൈലാണ് ആർക്യുവേറ്റ് സ്റ്റൈൽ. പിന്നെ എന്താണ്, യൂസ് ഓഫ് മിനാർസ്. നമ്മൾ കണ്ടിട്ടില്ലേ, മുസ്ലിം പള്ളികളുടെയും സ്ട്രക്ചേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, മിനാരങ്ങൾ ഉണ്ടാവും അല്ലെ, ആ മിനാരങ്ങളുടെ യൂസ്. അതുപോലെ തന്നെ എന്താണ്, യൂസ് ഓഫ് ഇങ്ങനെ നല്ല രസമുള്ള നാച്ചുറൽ ഇങ്ങനെ ഇലകളും പൂക്കളും കായ്ക്കളും ഒക്കെ ഉള്ള വളരെ അങ്ങനത്തെ ഡിസൈൻ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ അറബിസ്ക് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ജോമെട്രിക്കൽ പാറ്റേൺസ്, കാലിഗ്രഫി, അതായത് ഖുറാനിലെയും മറ്റും വാക്കുകളും സെന്റൻസുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലിഗ്രഫി സ്റ്റൈലിൽ അത് പ്രസന്റ് ചെയ്യും അല്ലെ. കാരണം വെച്ചാൽ ഈ എന്താ പറയാ, ഇസ്ലാമിൽ എന്തില്ല, വിഗ്രഹാരാധനയില്ല, അതുപോലെ മറ്റ് ആനിമൽസ്, മറ്റ് ഫിഗേഴ്സിന് ആരാധിക്കത്തില്ല. പകരം എന്താണ്, അതുകൊണ്ടാണ് ഈ നാച്ചുറൽ എലമെന്റ്സിന് അവര് ഇവരുടെ വർക്കുകളിൽ കൂടുതലും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അറബിസ്ക് എന്താണെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പൂക്കളും കായ്ക്കളും ഒക്കെ ഇങ്ങനെ വളരെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ 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 പോകുന്ന ഒരു സ്റ്റൈലാണ്. പിന്നെന്താണ്, ഈ ജാലി വർക്കുകൾ, ഇമ്പോർട്ടൻസ് ഓഫ് ജാലി വർക്ക്, അത് ഇറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് ഇൻ ഇസ്ലാം. അപ്പൊ നിങ്ങൾ ചില വീടുകളിലും നമ്മൾ ഈ ജാലി സ്റ്റൈലൊക്കെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ വെയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല രസമാണ്, അതിന്റെ ആ ഷേപ്പിലുള്ള ഇങ്ങനെ ഷാഡോ വീഴും അല്ലെ. പിന്നെ അതുപോലെ തന്നെ യൂസ് ഓഫ് വാട്ടർ ഇൻ ദി ആർക്കിടെക്ചേഴ്സ്. നമ്മൾ അന്ന് ചാർബാഗ് സ്റ്റൈലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പോൾ ഒരു ചാർബാഗ് സ്റ്റൈൽ ഞാൻ അന്ന് നിങ്ങളെ വരച്ച് കാണിച്ചായിരുന്നു. എന്താണ്, ഇങ്ങനെ ഒരു 4ആയിട്ട് തിരിക്കും അല്ലെ. ടോട്ടൽ പ്രോപ്പർട്ടിയെ നമ്മളിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ അതിനകത്തോടെ ഇങ്ങനെ വാട്ടർ ചാനൽസ് അല്ലെ. ഇപ്പൊ 4 ക്വാർട്ടറാണ്, 1 2 3 4 ഇങ്ങനെ വരും. അപ്പൊ ഇതിലൂടെയൊക്കെ വാട്ടർ ഒഴുകും അല്ലെ. ആൻഡ് ആ മെയിൻ സ്ട്രക്ചർ ഇതിന്റെ സെന്ററിലായിരിക്കും അല്ലെ. അപ്പൊ ഇതാണ് ഈ ചാർബാഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു ഇൻലേ വർക്ക് ഉണ്ട്, മൊസൈക്ക്, ഇങ്ങനെ നല്ല രസമുള്ള ഡിസൈൻ വർക്ക് ഉണ്ട്. അത് നമ്മൾ എന്താ വിളിക്കുക, പിയേട്ര ഡ്യൂറ എന്നാണ്. അതായത് ഇങ്ങനെ നമ്മുടെ ഭിത്തികളിലും മറ്റും നമ്മളിങ്ങനെ നല്ല ഡിസൈൻസ് കാർവ് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് മെറ്റലും പ്രഷ്യസ് സ്റ്റോൺസും ഒക്കെ ഇങ്ങനെ പതിപ്പിച്ചു വെക്കും അല്ലെ. അതാണ് പിയേത്ര ഡുറ ടെക്നിക് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ടെസലേഷൻ, ഫോർ ഷോർട്ടനിങ്, അങ്ങനത്തെ ചില ടെക്നിക്സ് ഒക്കെ ഇവര് ഡെക്കറേഷൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മെയിൻസിന് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ടും നമ്മുടെ ആൻസറിൽ കാണണം. ഓക്കെ, പോട്ടെ. ഇനി നമ്മൾ എന്താ പറയാ, ഈ ആർക്യുവേറ്റ് സ്റ്റൈലും ട്രാബിയേറ്റ് സ്റ്റൈലും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഡോംസ്, മിനാർസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സുൽത്താനേറ്റ് പീരീഡിലെ ആർക്കിടെക്ചറിലേക്കാണ്.
അപ്പം ആദ്യത്തെ ഡൈനാസ്റ്റി സ്ലേവ് ഡൈനാസ്റ്റിയാണ്. ദേ വർ ഓൾസോ നോൺ ആസ് മാംലൂക്ക് ഡൈനാസ്റ്റി. അതുകൊണ്ട് ദാറ്റ് സ്റ്റൈൽ ഇസ് നോൺ ആസ് മാംലൂക്ക് സ്റ്റൈൽ. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റിയിൽ നമ്മുടെ ആരാണ് ആദ്യം വരുന്നത്? കുത്ബുദ്ദീൻ ഐബക്ക്. കുത്ബുദ്ദീൻ ഐബക്ക് പണി തുടങ്ങിയ വർക്ക് ഏതാണ്? നമ്മുടെ കുത്തബ് മിനാറാണ്. ഒരു സൂഫി സെയിന്റ് ആയിട്ടുള്ള കുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുവത്തുൽ ഇസ്ലാം മോസ്ക്, ഇതാരാ പണിയുന്നത്? കുവത്തുൽ ഇസ്ലാം മോസ്ക് ആരാ പണിയുന്നത്? ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ് അല്ലേ? കുവത്തുൽ ഇസ്ലാം മോസ്ക് ഇൻ ഡൽഹി. അതുപോലെ തന്നെ ആധൈ ദിൻക ഛോപ്ര, ഇത് എവിടെയാണ്? അജ്മീറിലാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആധൈ ദിൻക ഛോപ്ര, കുത്തബ് മിനാർ, കുവത്തുൽ ഇസ്ലാം മോസ്ക്, ഇതൊക്കെ നമ്മുടെ മാംലൂക്ക് സ്റ്റൈലിൽ വരുന്നതാണ്. അപ്പൊ കുത്തബ് മിനാറിന്റെ പ്രത്യേകത എന്താണ്? തുടങ്ങി വെച്ചിരിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ്, പക്ഷെ പിന്നീട് അത് ഫിനിഷ് ചെയ്യുന്നത് നമ്മുടെ ഇൽത്തുമിഷ് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അലാവുദ്ദീൻ ഖൽജി ഇവരൊക്കെ റിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഖാജ ബക്തിയാർ കാക്കിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇങ്ങനെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് സ്റ്റോൺ ടവർ ഇൻ ഇന്ത്യ ആണ്. ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ, മോണോലിത്തിക് സ്റ്റോൺ അല്ല, പക്ഷെ അഗെയിൻ വെരി ടോൾ ടവർ മെയ്ഡ് ഓഫ് സ്റ്റോൺ. പിന്നെ എന്താണ്? ഇറ്റ്സ് എ മിക്സ് ഓഫ് പോളിഗണൽ ആൻഡ് സർക്കുലർ ഷേപ്പ്. നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ എന്താണ്? കൂടുതലും റെഡ് ആൻഡ് ബഫ് സാൻഡ്സ്റ്റോൺ വെച്ചിട്ടാണ് ഇതുള്ളത്. പിന്നെ കുറച്ച് മാർബിളും ഒക്കെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുത്തബ് മിനാറിന്റെ ഇങ്ങനെ ഓരോ ഇവിടെയൊക്കെ ആയിട്ട് ചില കാലിഗ്രാഫി വർക്കുകളും കാണാൻ പറ്റും. നമുക്കത് പിക്ചറിൽ കാണാൻ പറ്റത്തില്ല, നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കാലിഗ്രാഫീസ് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ കുത്തബ് മിനാറിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ പറയുന്നത് അടുത്ത് നമ്മുടെ ഖിൽജി ഡൈനാസ്റ്റിയിലേക്ക് വരുമ്പം എന്താണ് അതിന് നമ്മൾ പറയുന്ന സ്റ്റൈൽ എന്താണ്? സെൽജുക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് റെഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് ആർക്വേറ്റ് സ്റ്റൈൽ. പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ആലൈ ദർവാസയാണ്. ആലൈ ദർവാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ അലാവുദ്ദീൻ ഖൽജി. അത് ഏത് കോംപ്ലക്സിലാണ് കാണപ്പെടുക? ഖുത്തബ് മിനാർ കോംപ്ലക്സിലാണ് കാണപ്പെടുക. കുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ ഗേറ്റ് വേ ആണ് എന്ത്? നമ്മുടെ ആലൈ ദർവാസ എന്ന് പറയുന്നത്. അപ്പം ആലൈ ദർവാസയുടെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ട്രൂ ഇസ്ലാമിക് ഡോം ആണ്. ഫസ്റ്റ് ട്രൂ ഇസ്ലാമിക് ഡോം കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ ആലൈ ദർവാസയിലാണ്. ബിൽറ്റ് ബൈ അലാവുദ്ദീൻ ഖൽജി. അതുപോലെ ഖൽജി പ്രിപ്പയർ ചെയ്യുന്ന വേറൊരു വാൾഡ് സിറ്റിയാണ് സിരി ഫോർട്ട്, അല്ലെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജി അല്ലാതെ പിന്നെ നമുക്ക് അധികം ഖിൽജി പീരീഡിൽ പറയാനില്ല. പിന്നെ നമ്മൾ നേരെ ചാടുന്നത് നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയിലേക്കാണ്. അപ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഒരു കാര്യം പറയുമ്പോഴേക്കും അത്ര എന്താ പറയുക, ഇക്കണോമിക്കലി അവർ സ്ട്രോങ് അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി, പക്ഷെ വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻസോ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും അല്ല. കൂടുതലും അവർ എന്താ പറയാ, സ്റ്റെബിലിറ്റിക്ക് ആണ് കൂടുതൽ ഫോക്കസ് എടുത്ത് റാദർ ദാൻ എസ്തെറ്റിക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ തുഗ്ലക് സ്റ്റൈൽ പറയുമ്പോൾ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട ഒരു വാക്കുണ്ട്. The Tughlaq architecture is mostly characterized by sloping walls. അതിനെയാണ് നമ്മൾ ബാറ്റർ സ്റ്റൈൽ എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാറ്റർ സ്റ്റൈലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ലോപ്പിംഗ് വാൾസ് ആണ്. ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അതുപോലെ തന്നെ 4 centered arch. 4 centered arch എന്ന് വെച്ചാൽ ആർച്ച് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ പോവും. അപ്പം ഇവിടെ 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 ഇതാണ് ഈ 4 centered. അതായത് ആ സ്ട്രക്ചറിന്റെ വെയിറ്റ് താങ്ങുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു വെച്ചിട്ടായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു 4 centered ആർച്ച് സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മുടെ തുഗ്ലക് സ്റ്റൈലിലാണ് കാണപ്പെടുക. പിന്നെ പോയിന്റഡ് ഡോംസ് കുറച്ചുകൂടെ ഇങ്ങനെ പോയിന്റി ആയിട്ടിരിക്കും. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെയും ഡോം വരാം, പിന്നെ ഇങ്ങനെ ഇച്ചിരി പോയിന്റഡ് ആയിട്ട് വരുന്ന ഡോംസും ഉണ്ടാവും. അപ്പൊ ആ പോയിന്റഡ് ഡോമും അതുപോലെ തന്നെ ഒക്ടാഗണൽ പ്ലാൻ, അതായത് നമ്മൾ ആ സ്ട്രക്ചറിന്റെ പുറമേ നോക്കുമ്പോൾ ഇങ്ങനെ ഡോംസും റെക്റ്റാങ്കിളും ഒക്കെ ആയിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ അതിനകത്ത് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക വെച്ചാൽ ഒരു ഒക്ടാഗണൽ ഷേപ്പിലായിരിക്കും അതിന്റെ ഇന്നർ ഏരിയ കാണാൻ പറ്റുക. അതൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ തുഗ്ലക്സിന്റെ സമയത്താണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് തുഗ്ലക്കാബാദ്, ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഫോർട്ടഡ് സിറ്റിയാണ് തുഗ്ലക്കാബാദ്. പിന്നെ
ജഹാപന ആരുടെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സിറ്റിയാണ്. പിന്നെ ഫിറോസാബാദ് നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സിറ്റി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ മെയിൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ബാറ്റർ സ്റ്റൈൽ കണ്ടോ? നിങ്ങൾ ഇത് കണ്ടോ? സ്ലോപ്പിംഗ് വാളാണ്. വാൾ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വന്നേക്കാണ്. ഈ സ്റ്റൈലിനെയാണ് നമ്മൾ ബാറ്റർ സ്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് ഡൈനാസ്റ്റി ആണ് ഒരു ബാറ്റർ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അഡോപ്റ്റ് ചെയ്തത്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് അപ്പോഴേ കത്തണം അതെന്താണ് തുഗ്ലക് പീരീഡിലാണെന്ന് നമുക്ക് കത്തണം. ഓക്കെ, ഇനി നമ്മൾ ലോധി ഡൈനാസ്റ്റിയിലേക്ക്. അപ്പൊ ലോധീസിലേക്ക് വരുമ്പോഴേക്കും അഗെയിൻ അവരും ഇങ്ങനെ പാലസുകളോ മറ്റ് വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഒന്നും അധികം കമ്മീഷൻ ചെയ്തിട്ടില്ല. മോസ്റ്റ്ലി അവർ ഇങ്ങനെ ടൂംസും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം ലോധി ഡൈനാസ്റ്റിയുടെ ഏറ്റവും വലിയ ആർക്കിടെക്ചറുള്ള കോൺട്രിബ്യൂഷൻ എന്താ? ഡബിൾ ഡോംസ്. ഡോംസ് ഉണ്ട്. അപ്പൊ കണ്ടോ, ഒരു അകത്തൊരു ഹോളോ ഡോമും പിന്നെ ഒരു പുറത്തൊരു മെയിൻ ഡോം, അങ്ങനെ ഒരു ഡബിൾ ഡോം സ്ട്രക്ചറാണ് മിക്ക ലോധി ആർക്കിടെക്ചറിന്റെയും പ്രത്യേകത. ഇപ്പൊ നമ്മൾ ലോധി ഗാർഡൻസിൽ കാണുന്ന സ്ട്രക്ചേഴ്സ്, അതുപോലെ ആഗ്രയിലുള്ള സിക്കന്ദർ ലോധിയുടെ ആ ഒരു പുള്ളി കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡബിൾ ഡോം സ്ട്രക്ചർ കാണാൻ പറ്റും. പിന്നെ എന്താ ഇവിടെ പറയാം, ഒക്ടാഗണൽ ഷേപ്പാണ്. അകത്ത് പോയി നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒക്ടാഗണൽ ഷേപ്പ് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ സ്ട്രക്ചറിന് അകത്ത് കയറുമ്പോൾ ഒരു ഒക്ടാഗണൽ ഷേപ്പിലായിരിക്കും അത് കാണപ്പെടുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലോധി ഡൈനാസ്റ്റിയിലുള്ള. അപ്പൊ നോക്കിക്കേ, ലോധി ഗാർഡൻസ്, സിറ്റി ഓഫ് ആഗ്ര എസ്റ്റാബ്ലിഷ്ഡ് ബൈ സിക്കന്ദർ ലോധി, ഇതൊക്കെ ലോധി ആർക്കിടെക്ചറിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ ഈ ഡബിൾ ഡോം ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഡബിൾ ഡോം, അകത്തൊരു ഡോം പിന്നെ മുകളിൽ കൂടെ വേറൊരു ഡോം, അതാണ് ലോധി സ്റ്റൈല്. ഇനി നമ്മൾ റീജിയണൽ സ്കൂൾസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നമ്മൾ റീജിയണൽ സ്കൂൾസിൽ പറയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബംഗാൾ സ്കൂളാണ് പറയാം. അപ്പം ബംഗാൾ സ്കൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ താച്ച്ഡ് ഹട്ടാണ്. ഇങ്ങനെ നമ്മൾ ഈ ഓലപ്പരയുടെ ഒക്കെ ഓല മേഞ്ഞ അല്ലെങ്കിൽ പുല്ല് മേഞ്ഞ റൂഫ് നിങ്ങൾ കണ്ടിട്ടില്ല? അതിങ്ങനെ കുറച്ചിങ്ങനെ മേഞ്ഞിങ്ങനെ താഴോട്ട് നിൽക്കും. ആ സ്റ്റൈലിലാണ് എന്ത് ചെയ്യുന്നത് ഈ ബംഗാൾ സ്കൂളിലെ ചില സ്ട്രക്ചേഴ്സ്. അതായത് പണ്ട് അങ്ങനെ ഓല മേഞ്ഞിരുന്ന സ്ഥലത്ത് അവർ മറ്റു ചെറുടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ താച്ച്ഡ് ഹട്ട്, ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു റൂഫിനെ ഇവർ വിളിക്കുന്ന ബംഗാൾ റൂഫ്, ബംഗ്ലാ റൂഫ് എന്നാണ് വിളിക്കുക, താച്ച്ഡ് ഹട്ട്. ആ സ്ട്രക്ചറിലായിരിക്കും ചില ബംഗാളിലെ ഇത് കാണുന്നത്. ഓക്കെ, അപ്പം എന്താ പറയാ, ഇതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദീന മോസ്ക് ഇൻ ബംഗാൾ, അതുപോലെ തന്നെ എന്താ പറയാ ദർസ്ബാരി മസ്ജിദ് ഇൻ ബംഗാൾ. ഇതൊരു റോങ് എക്സാമ്പിൾ ആണ്, അതാണ് ഞാൻ വെട്ടിയിട്ടേക്കുന്നത്, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ അപ്പൊ താച്ച്ഡ് ഹട്ട് അല്ലെങ്കിൽ ബംഗാൾ റൂഫ്, ബംഗ്ലാ റൂഫ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിനെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെ ഒരു ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നാലും നമുക്ക് തെറ്റാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്ന രണ്ടാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ജുവാൻപൂർ സ്കൂളാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷർക്കി സ്കൂൾ, ഷർക്കി ഡൈനാസ്റ്റിയാണ് ജുവാൻപൂർ സ്കൂളിന്റെ പാട്രണൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ജുവാൻപൂർ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ തുഗ്ലക്സ് വീക്കായില്ലേ, അപ്പം നമ്മുടെ ഈ ഉത്തർപ്രദേശിന്റെ ചില പാർട്സിൽ ചെറിയ ജുവാൻപൂർ ആ ഏരിയയിൽ എമർജ് ചെയ്തു വരുന്നൊരു ഒരു കിങ്ഡം ആണ് ജുവാൻപൂർ. ഷർക്കി റൂളേഴ്സ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിഡീവലിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം PYQയിൽ ഇവരുടെ ഷർക്കി അല്ല വേറൊരു റീജിയണൽ സ്കൂൾ ചോദിച്ചിട്ടുണ്ട്, ഷർക്കി റൂളേഴ്സ് എന്നാ പറയാ. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാലേ നോക്കിക്കേ, നമ്മളൊരു ടിപ്പിക്കൽ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ മിനാരങ്ങളായിരിക്കും ഇങ്ങനെ സൈഡിൽ കാണുക അല്ലെ, ഇങ്ങനെ മിനാരങ്ങൾ ഉണ്ടാവും. എൻ്റെ വര ഇച്ചിരി മോശമാണ്, അപ്പൊ എന്നാലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മിനാരങ്ങൾ ഇങ്ങനെ കാണും അല്ലെ. പക്ഷെ എന്നാൽ നിങ്ങൾ നോക്കിക്കേ, ഷർക്കി സ്കൂളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മിനാരങ്ങൾ കാണാൻ പറ്റുമോ? മിനാരങ്ങളില്ല. ഓക്കെ, അപ്പം നോക്കുവാണെങ്കിൽ വലിയ ലാർജ് ഗ്രാൻഡ് സ്ട്രക്ചർ ആയിരിക്കും, എന്നാൽ മിനാരങ്ങൾ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ചില ക്യാരക്ടേഴ്സ് ആർ പെയിന്റഡ് ഓൺ ഹ്യൂജ് സ്ക്രീൻസ് ഇൻ ദി സെന്റർ ആൻഡ് സൈഡ് ബേസ് ഓഫ് ദി പ്രെയർ ഹോൾ. ആക്ച്വലി ഇതിന്റെ ഈ വലിയ സ്ട്രക്ചറിന്റെ മറവിൽ ഒരു ഡോം ഉണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട്. നമുക്കത് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ അതിന്റെ ബാക്കിൽ ഡോം ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇത് വളരെ ഡിഫറെന്റ് സ്ട്രക്ചർ അല്ലേ നോക്ക്.
ഓക്കെ, അപ്പം ഈ സ്റ്റൈലിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി പഠാൻ സ്റ്റൈൽ. ഓക്കെ, സോ they avoided the use of മിനാർസ്. മിനാരങ്ങൾ യൂസ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, ഇനി ഇതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഷർക്കി, നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ഷർക്കി സ്കൂൾ അല്ലെങ്കിൽ ജുവാൻപൂർ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്നാല് സ്ട്രക്ചേഴ്സിന്റെ പേരാണ്. ഇത് പഠിക്കണം. അത്തല മസ്ജിദ്, അതുപോലെ തന്നെ ലാൽ ദർവാസ മസ്ജിദ്, ജാമി മസ്ജിദ് അറ്റ് ജുവാൻപൂർ. അപ്പൊ ഈ ജുവാൻപൂർ എന്നൊക്കെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചിലത് കത്തണം. മിനാരങ്ങളില്ല, അങ്ങനത്തെ ചില ഫീച്ചേഴ്സ് ഉണ്ട്. തുഗ്ലക്സിന്റെ സ്റ്റൈലിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്, പക്ഷെ ഇറ്റ്സ് ലിറ്റിൽ ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ ഈ അത്തല മസ്ജിദ് എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവണം ഓക്കെ ഇത് ജുവാൻപൂർ സ്കൂളാണ് എന്നൊക്കെ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റീജിയണൽ സ്കൂളാണ് നമ്മുടെ മാൽവ സ്കൂൾ. മാൽവ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഇതും ഒരു തുഗ്ലക്സിന് ശേഷം വന്ന, അല്ലെങ്കിൽ തുഗ്ലക്സിന്റെ കൺട്രോൾ വീക്ക് ആയപ്പം എമർജ് ചെയ്ത് വരുന്ന ഒരു ചെറിയൊരു റീജിയണൽ കിങ്ഡം ആണ്. അപ്പം അവിടെ അഗെയിൻ ചില തുഗ്ലക് ഫീച്ചേഴ്സ് ഉണ്ട്. ബാറ്റർ സ്റ്റൈലൊക്കെ അവരും അഡോപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇവരുടെ യുണീക്നെസ് എന്ന് വെച്ചാൽ ചില എൻവയൺമെന്റ് ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ റിസർവോയേഴ്സ് അവർ കൺസ്ട്രക്ട് ചെയ്യും ഇവരുടെ സ്ട്രക്ചേഴ്സിന്റെ കൂടെ തന്നെ. വെള്ളമൊക്കെ, കാരണം ഈ മാൽവ റീജിയൻ ആണ്, ഉത്തർപ്രദേശിന്റെ അധികം വെള്ളം ഒന്നും അധികം കിട്ടാത്ത റീജിയൻ ആണ്. അപ്പം എന്ത് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ റിസർവോയേഴ്സ് നോൺ ആസ് ബാവലീസ് വെയർ ക്രിയേറ്റഡ്. അതുപോലെ തന്നെ തുഗ്ലക് ഫീച്ചേഴ്സ് കുറെയൊക്കെ ബാറ്റർ സ്റ്റൈൽ ഇതൊക്കെ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇവരിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? റാണി റൂപ്മതി പവലിയൻ, ജഹാസ് മഹൽ, അഷ്റഫി മഹൽ, ഇങ്ങനത്തെ. അതുപോലെ തന്നെ ഹിന്ദോല പാലസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാലസ് ഉണ്ട്, ഹിന്ദോല മഹൽ. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ മാൽവ സ്കൂൾ അതിന്റെ പ്രത്യേകതയാണ്. ഈ മാൽവ സ്കൂളിനെയാണ്, സോറി ഞാൻ നേരത്തെ ജുവാൻപൂർ സ്കൂളിന്റെ പേരാണ് പഠാൻ എന്ന് പറഞ്ഞത്. മാൽവ സ്കൂൾ ഈസ് ഓൾസോ നോൺ ആസ് ദി പഠാൻ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ. ജുവാൻപൂർ അല്ല, മാൽവ സ്കൂൾ ഈസ് നോൺ ആസ് ദി പഠാൻ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത്, അപ്പൊ കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ റാണി രൂപ്മതി പവലിയനും അതുപോലെ ഹിന്ദോള മഹലൊക്കെ ഇവിടെയാണ്. മാണ്ഡു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പ്രധാനമായിട്ടും ഇവരുടെ സ്ട്രക്ചേഴ്സ് കാണുന്നത്, മാണ്ഡു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഡെക്കാൻ സ്റ്റൈലാണ്. ഡെക്കാൻ സ്റ്റൈലിൽ അധികം ഒന്നും ഇല്ല, ഒറ്റ സ്ലൈഡ് കണ്ടേ ഉള്ളൂ, ഒന്ന് രണ്ട് സ്ലൈഡേ ഉള്ളൂ. ഡെക്കാൻ സ്റ്റൈൽ മെയിൻ ആയിട്ട് നമ്മൾ ആ ബിജാപ്പൂർ സ്റ്റൈലാണ്. ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോഴൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. എന്താണ് ബിജാപ്പൂർ സ്റ്റൈൽ. നമ്മൾ ഏത് സ്ട്രക്ചറിനെ കുറിച്ചാണ് അന്ന് പഠിച്ചത്? ഗോൽ ഗുംബസ് അല്ലെ, ഗോൽ ഗുംബസ്. അപ്പം ഈ ബിജാപ്പൂർ സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും പേർഷ്യൻ ഇന്ത്യൻ എലമെന്റ്സിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ആർച്ച്ഡ് ഫെസൈഡ് ആണ്. അതായത് ഇവരുടെ സ്ട്രക്ചറിലെ 3 ആർച്ച്ഡ് ഫെസൈഡ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് 3 ആർച്ചുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ആർച്ച്, പിന്നെ ഇവിടെ ഒരു വലിയൊരു ആർച്ച്, പിന്നെ അഗെയിൻ ഒരു ചെറിയൊരു ആർച്ച്. അപ്പൊ ഇത് ഈ ഒരു സംഭവത്തെ നമ്മൾ 3 ആർച്ച്ഡ് ഫെസൈഡ് എന്ന് പറയാം. പിന്നെ ബൾബസ് ഡോം വെച്ചാൽ വളരെ ഇങ്ങനെ ബൾബസ് ആയിട്ടിരിക്കുന്ന ഡോം. അതുപോലെ കോർണിസസ്, യൂസ് ഓഫ് കോർണിസസ്. കോർണിസസ് എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ വീട് പണിയുമ്പോഴേ, ഇപ്പം എനിക്ക് വരയ്ക്കാൻ വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും ഇപ്പം ഇങ്ങനെ ഈ വീടിന്റെ ഇത് ഇങ്ങനെ റൂഫാന്ന് വിചാരിച്ചു, നമ്മൾ ഇതിന്റെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ചില ഈ പാരപ്പറ്റിന്റെ സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തില്ലേ, ഈ റൂഫിന്റെ ഈ പാർട്സിലൊക്കെ വരുന്ന ചില ഡെക്കറേറ്റീവ് വർക്കുകളെയൊക്കെ നമ്മൾ ഈ കോർണിസസ് എന്ന് പറയും. മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഒക്കെ ഒന്ന് വെച്ചിരി വെള്ളം അധികം തട്ടാതിരിക്കാനൊക്കെ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ചില കോർണിസസ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ വര ഒട്ടും കൺവിൻസിങ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ അതാണ് ഈ കോർണിസസ് എന്ന് പറയുന്ന ഒരു സാധനം. ഈ റൂഫിന്റെ മേളിൽ നമ്മൾ ചെയ്യുന്ന ചില അലങ്കാര പണികളാണ് കോർണിസസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ ചില ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഡെക്കാൻ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഗോൽ ഗുംബസ് ആണ്. ഇറ്റ് വാസ് ദ മൗസോളിയം ഓഫ് സുൽത്താൻ ആദിൽ ഷാ. ഏത് ആദിൽ ഷായാണ്? മുഹമ്മദ് ആദിൽ ഷാ ഓഫ് ബിജാപ്പൂർ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ആദിൽ ഷാഹി ഡൈനാസ്റ്റി. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സിനകത്ത് മറ്റു ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് നക്കർ ഖാന. നക്കർ ഖാന എന്ന് വെച്ചാൽ സെർമോണിയൽ ഡ്രം ഹൗസ് ആണ്. സെർമണീസിന് മാത്രം ഉപയോഗിക്കുന്ന
ഇങ്ങനെ ഡ്രം അങ്ങനെ എന്തെങ്കിലും സെറമണീസ് കാണും. അപ്പം ഒരു നക്കർ ഖാനയുണ്ട്, പിന്നെ ഒരു മോസ്ക് ഉണ്ട്, പിന്നെ ഒരു സരായ്. സരായ് എന്ന് വെച്ചാൽ എന്താ, ഏതാ അറസ്റ്റ് ഒക്കെ എടുക്കാനുള്ള, നമ്മൾ ഇൻസ് എന്ന് പറയത്തില്ലേ, ഇൻ, ഇതാണ് സരായ്സ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഇസ് മെയ്ഡ് യൂസിങ് ഗ്രേ ബസാൾട്ട്. നമ്മുടെ മഹാരാഷ്ട്ര റീജിയൻ ആണല്ലോ, അപ്പം ബസാൾട്ട് റോക്സ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടത്തില്ലേ, ഡെക്കാൻ റീജിയൻ അല്ലേ, കിട്ടും. പിന്നെന്താണ്, ഇറ്റ് ഹാസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ഡോം ഇൻ ദി വേൾഡ്. ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അന്നും പറഞ്ഞായിരുന്നു, ഗോൾ ഗുംബസ് ഹാസ് എ വിസ്പറിംഗ് ഗാലറി. ചെറിയ വിസ്പേഴ്സ് പോലും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ അടുത്ത സ്ലൈഡിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വിസ്പറിംഗ് ഗാലറീസ് ഉള്ള 3 സ്ട്രക്ചേഴ്സ്. ഒന്ന് നമ്മുടെ ഗോൾ ഗുംബസ് ആണ്, 2 വിക്ടോറിയ മെമ്മോറിയൽ, മൂന്നാമത്തെ എന്താണ്, ഗോൾഘർ ഗ്രാനറി ഇൻ ബന്ദിപ്പൂർ. അപ്പൊ ഇതൊന്ന് ചുമ്മാ ഒരു ഫാക്ട് നോളജ് ആണ്, ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ മുഗൾ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. അപ്പൊ നമുക്കറിയാം ബാൾബൻ വന്നു, അധികം നാളൊന്നും ജീവിച്ചില്ല, 4 വർഷം ആകെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ ബാൾബന് കാര്യമായിട്ട് കൺസ്ട്രക്ഷൻ ഒന്നും നടത്താൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മുഗൾ പീരീഡിലെ ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് ഹുമയൂൺസ് ടോംബ് ആണ്. അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഹുമയൂൺ അല്ല, അദ്ദേഹത്തിന്റെ വൈഫാണ് അല്ലെ. അപ്പം ബേഗ ബീഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് പേർഷ്യൻ ആർക്കിടെക്ചർ ആൻഡ് ഇന്ത്യൻ ട്രഡീഷൻസ്. അപ്പം ഇറ്റ് ഹാസ് എ ഹൈ ഡബിൾ ഡോം സ്ട്രക്ചർ. ഈ ഡബിൾ ഡോം നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്, ലോധി കൾച്ചറിൽ നിന്നാണ് എടുക്കുന്നത്. കണ്ടോ, ഛത്രീസ് ഒക്കെ ഉണ്ട്. ഛത്രീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്തൂപയുടെ മുകളിൽ കാണുന്നതാണ്. അപ്പോൾ അത് ഇന്ത്യൻ എലമെന്റ് ആണ് ഛത്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിലേക്ക് അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അന്നും ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞായിരുന്നു, നമ്മുടെ ചാർബാഗ് സ്റ്റൈലിലാണ് ഹുമയൂൺസ് ടൂംബും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒക്ടാഗണൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ റെഡ് സാൻഡ്സ്റ്റോണിലാണ് നമ്മുടെ ഹുമയൂൺസ് ടോംബ് നിർമ്മിച്ചിട്ടുള്ളത്. പ്ലസ് വൈറ്റ് മാർബിളിന്റെ യൂസ് ഉണ്ട്. പ്രധാന മെറ്റീരിയൽ റെഡ് സാൻഡ്സ്റ്റോൺ ആണ്, പ്ലസ് വൈറ്റ് മാർബിൾസിന്റെ ചില യൂസേജും ഉണ്ട്. ഞാൻ ഇമേജ് കാണിച്ചു തരാം. ഇതാണ് ഹുമയൂൺസ് ടോംബ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ആണ്. കണ്ടോ, ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് അക്ബറിന്റെ പീരീഡ് ആണ് അല്ലെ. അക്ബറിന്റെ പീരീഡ് ഹുമയൂണിനും കാര്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഒന്നും അധികം നടത്താൻ പറ്റിയില്ല. അക്ബറിന്റെ മുതൽ പിന്നീട് അങ്ങോട്ടാണ് മുഗൾ ആർക്കിടെക്ചർ ഭയങ്കരമായിട്ട് ശോഭിക്കുന്നത് അല്ലെ. അപ്പം അക്ബറിന്റെ എന്തൊക്കെയാ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ്, അക്ബറിന്റെ പീരീഡിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് റെഡ് സാൻഡ്സ്റ്റോൺ തന്നെയായിരുന്നു. എന്താണ്, ആർച്ചസ്, ഡോംസ്, ഇതൊക്കെ ഭയങ്കര ഇതിൽ യൂസ് ചെയ്തു. എന്താണ്, അക്ബർ ബിൽഡ് ചെയ്ത പ്രധാനപ്പെട്ട ബിൽഡിങ്സ് ഏതൊക്കെയാണ്, ഒന്ന് ആഗ്ര ഫോർട്ട് അല്ലേ, അതുപോലെ തന്നെ അതർ ഫോർട്ട്സ്, അലഹാബാദിലും ലാഹോറിലും ഒക്കെ ഫോർട്ട്സ് നിർമ്മിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുതിയ ക്യാപിറ്റൽ ആയിട്ടുള്ള ഫത്തേപൂർ സിക്രി അറ്റ് ആഗ്ര, ആഗ്രയിൽ അദ്ദേഹത്തിന്റെ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചു അല്ലെ. ഇനി നമ്മൾ ആഗ്ര ഫോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ജഹാംഗീരി മഹൽ ഒക്കെ ഉള്ളത് ആഗ്ര ഫോർട്ടിന്റെ അകത്താണ്. പിന്നെ ജഹാംഗീരി മഹൽ പണിതത് അക്ബർ ആണെങ്കിലും പിന്നീട് ഷാജഹാനും അവരൊക്കെ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കൂടുതൽ അഡീഷൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടോ, ജഹാംഗീരി മഹൽ റെഡ് സാൻഡ്സ്റ്റോൺ ആണ്. ഗാർഡൻസ് വെയർ ബിൽറ്റ് ഇൻ ദി ചാർബാഗ് സ്റ്റൈൽ. കണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഷാജഹാൻ വരുമ്പോഴേക്കും അവിടെ ദിവാനി ആമും ദിവാനി ഖാസും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്, അഡീഷൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ എന്താണ്, അക്ബറിന്റെ കേസ് പറയുമ്പോൾ ഫത്തേപൂർ സിക്രിയാണ്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. പിന്നെ അതിനകത്ത് വേറെ കുറെ കൺസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലെ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് ഇൻസൈഡ് ദി ഫത്തേപൂർ സിക്രി? ഒന്ന് എന്താണ്, ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ബുലന്ദ് ദർവാസ. അക്ബറിന്റെ ഗുജറാത്ത് ക്യാമ്പയിൻ മെമ്മോറിയൽ ആണ് ബുലന്ദ് ദർവാസ. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗേറ്റ് വേയും കൂടിയാണ് നമ്മുടെ ബുലന്ദ് ദർവാസ. അപ്പം ഫത്തേപൂർ സിക്രി എന്താ പറയുക സ്ട്രക്ചറിനകത്തുള്ള ഒരു ഗേറ്റ് വേ ആണ് നമ്മുടെ ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫത്തേപൂർ സിറ്റി കോംപ്ലക്സിനകത്ത് തന്നെ എന്തുണ്ട്, നമ്മുടെ സലിം ചിഷ്ടിസ് ടോംബ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു സൂഫി സെയിന്റ് ആയിരുന്നു. അക്ബർ ഇദ്ദേഹത്തിന്റെ വലിയ ഫോളോവർ ആയിരുന്നു, പാട്രൺ ആയിരുന്നു. അപ്പം ഈ ഇദ്ദേഹത്തോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് നമ്മുടെ ജഹാംഗീറിന്റെ പേരെന്താണ്, സലിം എന്നാണ്. പിന്നീട് അദ്ദേഹം പിന്നെ സുൽത്താൻ കിങ് ആയപ്പോൾ എടുത്ത പേരാണ് ജഹാംഗീർ. അപ്പം സലീം ചിഷ്ടിയുടെ ടോംബ് ഇതിനകത്താണ്. ആൻഡ് ഇറ്റ് ഈസ് ബിൽറ്റ് ഓഫ് വൈറ്റ് മാർബിൾ.
പിന്നെന്താണ് ഇബാദത്ത് ഖാന, അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇബാദത്ത് ഖാന എന്തിനാണ്? ടു കണ്ടക്ട് റിലീജിയസ് ഡിസ്കഷൻസ് അല്ലെ. ഇബാദത്ത് ഖാനയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോധ അക്ബറിലൊക്കെ കാണത്തില്ലേ, ജോധാഭായിയുടെ പാലസ് ഇതിനകത്തുണ്ട്. ജോധാഭായിയുടെ പാലസ്, അതുപോലെ മറ്റ് സ്ട്രക്ചേഴ്സ് ലൈക്ക് പഞ്ച് മഹൽ, പച്ചീസി കോർട്ട്. പച്ചീസി കോർട്ട് ഇങ്ങനെ ഗെയിംസ് കളിക്കാനൊക്കെയാ, ചീട്ട് കളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചെസ് കളിക്കുക, ഇങ്ങനത്തെ ചില കാർഡ്സ് എന്താ പറയാ പ്ലേ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് പച്ചീസി കോർട്ട് പെടുന്നത്. പിന്നെ അതിനകത്തൊരു ജാമി മസ്ജിദ് ഉണ്ട്, പിന്നെ ഹിരൺ മിനാർ. ഇതെല്ലാം എവിടെ ഉള്ളതാണ്? എല്ലാം ഓൾ ദെയർ പാർട്ട് ഓഫ് ദി ഫത്തേപൂർ സിക്രി കോംപ്ലക്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പേരൊക്കെ ഓർത്തു വെക്കണം, എവിടേക്കാണ് ഇതുള്ളതെന്ന്. ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു PYQയിലോട്ടാണ്. ഇത് നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈറ്റ് മാർബിൾ വാസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ബുലന്ദ് ദർവാസ ആൻഡ് കാൻക അറ്റ് ഫത്തേപൂർ സിക്രി. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. വൈറ്റ് മാർബിൾ വാസ് യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ബുലന്ദ് ദർവാസ ആൻഡ് കാൻക അറ്റ് ഫത്തേപൂർ സിക്രി. അതായത് ഫത്തേപൂർ സിക്രിയുടെ ബിൽഡിങ്ങിനകത്ത് ഇടയ്ക്കൊക്കെ വൈറ്റ് മാർബിൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ? വാസ് യൂസ്ഡ് എന്നാണ്. അപ്പം ശരിക്കും ശരിയാവേണ്ടതാണ്, പക്ഷെ UPSCയുടെ ഒഫീഷ്യൽ കീയിൽ അവർ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ മെയിൻ ബിൽഡിംഗ് മെറ്റീരിയൽ വൈറ്റ് മാർബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റാന്ന് പറയാം, പക്ഷെ വൈറ്റ് മാർബിൾ വാസ് ഡെഫിനറ്റ്ലി യൂസ്ഡ് എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പം കോമൺ സെൻസിക്കലി നോക്കുവാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവേണ്ടതാണ്, പക്ഷെ ഒഫീഷ്യൽ കീയിൽ അവർ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതവിടെ പോട്ടെ. രണ്ടാമത്തെ ഒരു ചോദ്യം കണ്ടോ. റെഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് മാർബിൾ വെർ യൂസ്ഡ് ഇൻ ദി മേക്കിംഗ് ബഡ ഇമാംബാര ആൻഡ് റൂമി ദർവാസ. നിങ്ങൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏത് കിങ്ഡം ആണ് അല്ലെങ്കിൽ ഏത് ഡൈനാസ്റ്റിയാണ് ബഡ ഇമാംബാര റൂമി ദർവാസ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? അവധ്. നമ്മൾ മുഗൾസ് ഡിക്ലൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ അവധ് എമേർജ് ചെയ്ത് വരത്തില്ലേ? അവധിന്റെ റൂളേഴ്സ് ആണ്, നവാബ്സ് ആണ് അവര് എന്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ബഡ ഇമാംബാര, ഛോട്ടാ ഇമാംബാര, റൂമി ദർവാസ. ഇത് മൂന്നും അവധ് എന്താ പറയാ ഡൈനാസ്റ്റിയുമായിട്ട് നവാബ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം റെഡ് സാൻഡ്സ്റ്റോൺ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, മാർബിളും അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ചില സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ബഡ ഇമാംബാരയും ഛോട്ടാ ഇമാംബാരയും റൂമി ദർവാസയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിന്റെ ഈവൻ ബിൽഡിംഗ് മെറ്റീരിയൽ വരെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം ആസ് പെർ UPSC ഒഫീഷ്യൽ കീ ദി ആൻസർ ഇസ് ഡി. എന്താണ്? പക്ഷേ കോമൺ സെൻസിക്കലായിട്ട് നോക്കുവാണെങ്കിൽ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ കോമൺ സെൻസിക്കലി B ആണ് വരേണ്ടത്, പക്ഷെ ആസ് പെർ UPSC ഒഫീഷ്യൽ കീ ആൻസർ ഇസ് ഡി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലൂടെ ബുലന്ദ് ദർവാസ. കണ്ടോ, ബുലന്ദ് ദർവാസയുടെ ആ ഒരു എൻട്രൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. മെയിൻലി കണ്ടോ, മെയിൻ മെറ്റീരിയൽ ഇസ് റെഡ് സാൻഡ്സ്റ്റോൺ ഓൺലി. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ജഹാംഗീറിന്റെ ഇതാണ്. ജഹാംഗീറിന്റെ പീരീഡില് ആർക്കിടെക്ചറിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്തായിരുന്നു? ഹി വാസ് മോർ ഇൻ ടു പെയിന്റിങ്സ്, പെയിന്റർ ആയിരുന്നു. ഹി ഹിംസെൽഫ് വാസ് എൻ അക്കംപ്ലിഷ്ഡ് പെയിന്റർ, പ്ലസ് പുള്ളിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അപ്പൊ പുള്ളി വലിയ കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടില്ല. പക്ഷെ എന്നാൽ അക്ബറിന്റെ ടൂംബ് കൺസ്ട്രക്ട് ചെയ്യുന്നത് പിന്നീട് വരുന്ന മകനാണല്ലോ. അപ്പം ജഹാംഗീർ ആണ് അക്ബറിന്റെ ടൂംബ് കൺസ്ട്രക്ട് ചെയ്യുന്ന സിക്കന്ദ്ര. പിന്നെ മോത്തി മഹൽ ലാഹോർ, ഷാലിമാർ ബാഗ് ആൻഡ് നിഷാന്ത് ബാഗ് ഇൻ കാശ്മീർ. ഇത്രയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആരാണ്? ജഹാംഗീർ ആണ്. അപ്പം അക്ബറിന്റെ ടോംബ് വാസ് ഡിസൈൻഡ് ബൈ അക്ബർ ഹിംസെൽഫ്, ബട്ട് കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് അണ്ടർ ജഹാംഗീർ. പിന്നെ നമ്മൾ ജഹാംഗീറിന്റെ സമയത്ത് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത്തിമാദ് ദൗളയുടെ ടൂംബാണ്. ഇത്തിമാദ് ദൗള ആരായിരുന്നു? നൂർജഹാന്റെ ഫാദർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടി നൂർജഹാൻ കമ്മീഷൻ ചെയ്യുന്ന ഒരു ടൂംബാണ് എന്ത്? ദ ടൂംബ് ഓഫ് ഇത്തിമാദ് ദൗള. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഷാജഹാൻ വരുമ്പോഴേക്കുമാണ് മുഗൾ ആർക്കിടെക്ചറിന്റെ ഏറ്റവും പിന്നക്കിൾ എന്ന് പറയുന്നത് അല്ലെ. താജ്മഹൽ ഉണ്ട്, ഷാജഹാനാബാദ്, റെഡ് ഫോർട്ട്, അതിനകത്ത് വരുന്നതാണ് റെഡ് ഫോർട്ട്, നമ്മുടെ ജമാ മസ്ജിദ്, ചാന്ദിനി ചൗക്കിന്റെ ഏരിയാസ്. ഇതെല്ലാം എന്താണ്? ഷാജഹാന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പം അതുപോലെ നമ്മുടെ ഷാജഹാനാബാദിൽ ഈ പിയേത്ര ഡ്യൂറ വർക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്, ഭയങ്കര പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് വിസിറ്റ് ചെയ്യാൻ വരുന്ന പല ആളുകൾ ഇത് എടുത്തോണ്ടൊക്കെ പോയി. ഇപ്പൊ നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല.
എന്നാലും ഒറിജിനലി അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഷാജഹാന്റെ ആ പുതിയ ക്യാപിറ്റലിൽ ഒരു ത്രോണിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, പീകോക്ക് ത്രോൺ. പീകോക്ക് ത്രോൺ എന്താണ്? ഈ ഷാജഹാനാബാദ് പുതിയ ക്യാപിറ്റൽ സിറ്റിയിൽ അദ്ദേഹത്തിന്റെ ത്രോണിന്റെ പ്രത്യേകത, ഇറ്റ് വാസ് മേ ബി ഇൻ ദ ഷേപ്പ് ഓഫ് എ പീകോക്ക് അല്ലെ. അപ്പൊ ആ പീകോക്ക് ത്രോൺ ഈസ് വെരി ഫേമസ്. പിന്നെന്താണ് ഇദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്ന മറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ മോത്തി മസ്ജിദ് ഉണ്ട്, പിന്നെന്താണ് ലാൽ കില എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ഫോർട്ട് ആണ്, ജമാ മസ്ജിദ് റെഡ് ഫോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ട്രക്ചർ ആണ്, ആൻഡ് താജ്മഹൽ, ദ വെരി ഫേമസ് താജ്മഹൽ അല്ലെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ആരുടെയാണ്? ഷാജഹാന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇത് ഏത് മെറ്റീരിയലാണ്? വൈറ്റ് മാർബിൾ. ഓക്കെ. പിന്നെ നമ്മൾ അടുത്തത് പറയുന്നത് റെഡ് ഫോർട്ട് ഞാൻ പറഞ്ഞു. റെഡ് ഫോർട്ടിനകത്താണെങ്കിലും ദിവാനി ആം, ദിവാനി ഖാസ് അതൊക്കെ ഉണ്ടായിരുന്നു. മോത്തി മഹൽ, ഹീരാ മഹൽ, രംഗ് മഹൽ ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ താജ്മഹൽ അതെല്ലാം. ഇനി നമ്മൾ ഔറംഗസേബ് പറയുമ്പം ഔറംഗസേബിന് വലിയ അഗെയിൻ കൺസ്ട്രക്ഷൻസിലൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാൽ ആളുകൾ എന്ത് പറയുന്നു വിചാരിച്ച അവസാനം പുള്ളി എന്ത് ചെയ്തു? ഒരു ചെറുതൊരെണ്ണം വൈഫിന് വേണ്ടി പണിതു. എന്താണ്? മൗസോളിയം ഓഫ് ഹിസ് വൈഫ് എന്താണ്? ബീബി കാ മക്ബറ. ഓക്കെ. അപ്പം ദി ബാദ്ഷാഹി മസ്ജിദ് ഇൻ ലാഹോർ ആൻഡ് ദി മോത്തി മസ്ജിദ് അറ്റ് ലാൽ കില. ഇങ്ങനെ 2-3 കൺസ്ട്രക്ഷൻസ് മാത്രം പുള്ളി പണിതു വെച്ചു. ഓക്കെ. അപ്പൊ ബീബി കാ മക്ബറയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അത് അദ്ദേഹം വൈഫിന് വേണ്ടി പണിത മൗസോളിയം ആണ്. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മുഗൾ ആർക്കിടെക്ചർ പറയുമ്പം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ സ്കൂള്, അവധ് സ്കൂൾ. അപ്പം ബഡാ ഇമംബാര, റൂമി ദർവാസ, അതുപോലെ തന്നെ ഇവരുടെ വേറൊരു സ്ട്രക്ചറാണ് ഛോട്ട ഇമംബാര. അപ്പൊ ബഡ, ഛോട്ട, ഇതെല്ലാം ഏതാണ്? ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി അവധ് നവാബ്സ്. നവാബി സ്കൂളാണ് ഈ പറയുന്ന 3 സ്ട്രക്ചേഴ്സും. പേര് മാത്രമൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിവൈക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് എന്താണ്, ഏത് സ്റ്റോൺ ആണോ, സാൻഡ് സ്റ്റോൺ ആണോ, സോപ്പ് സ്റ്റോൺ ആണോ, ബ്രിക്ക് ആണോ, എന്താണെന്ന് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ. കണ്ടോ? ഇറ്റ് ഇസ് മെയ്ഡ് യൂസിങ് ബ്രിക്സ് വിത്തൗട്ട് ദ യൂസ് ഓഫ് എന്താണ്, മോട്ടർ ഇൻ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഓക്കെ. അപ്പോൾ ബ്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു 2-3 സ്ലൈഡും കൂടെ ഉള്ളൂ, നമുക്ക് അതോടെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ രജ്പുത് സ്കൂളാണ്. അപ്പം നമുക്കറിയാം മുഗൾസും സുൽത്താൻസും വരുന്നതിന് മുന്നേ തന്നെ ആരുണ്ട്? രജ്പുതന്മാരുണ്ട്. അപ്പൊ അവരുടെയും നമുക്കറിയാലോ, വളരെ രാജസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ വളരെയധികം രജ്പുത്തിലുള്ള സ്ഥലങ്ങളാണ്. ഗ്രാൻഡ് ആയിട്ടുള്ള കുറെ ഫോർട്ടുകളും കൊട്ടാരങ്ങളും ഒക്കെ ആർക്കുണ്ട്? രജ്പുത് കിങ്ഡംസിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു യുണീക്ക് സ്റ്റൈലുണ്ട്. പിന്നെ മുഗൾസ് ഇവരുടെ കുറെ സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്തു, ആൻഡ് ദേ ഓൾസോ അഡോപ്റ്റഡ് സം മുഗൾ എലമെന്റ്സ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് ഇവിടെ നമ്മുടെ ഈ രജ്പുത് സ്കൂളിൽ. അപ്പൊ രജ്പുത് സ്കൂളിന്റെ ഏറ്റവും യുണീക്ക് ഫീച്ചേഴ്സ്, അതായത് ഇവരുടെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് ഹാങ്ങിങ് ബാൽക്കണിയാണ്. ജരോഖ എന്ന് നമ്മൾ പറയും. ഇതാണ് ഹാങ്ങിങ് ബാൽക്കണി. അതായത് ഇതെല്ലാം ഓരോ ബാൽക്കണി സിസ്റ്റം ആണ്. ഓക്കെ. കണ്ടോ? അതായത് ഇച്ചിരൂടെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ബാൽക്കണിയാണ് നമ്മൾ ഈ ഹാങ്ങിങ് ബാൽക്കണി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആ ബാൽക്കണിയുടെ റൂഫൊക്കെ വളരെ ഇലാബറേറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ഒക്കെ ആയിരിക്കും. അപ്പം ഈ ജരോഖയുടെ ഒരു പ്രത്യേകത, ദിസ് വാസ് ഒറിജിനലി പാർട്ട് ഓഫ് ദി രജ്പൂത് സ്റ്റൈൽ. പിന്നീട് മുഗൾസ് അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്ബർ എന്ത് ചെയ്യുമായിരുന്നു? ജരോഖ ദർശൻ, അതായത് എന്താണ്, നമ്മുടെ ഷാരൂഖ് ഖാൻ ഒക്കെ മറ്റേ വീടിന്റെ മുകളിൽ കയറി എല്ലാവർക്കും ടാറ്റ കൊടുക്കത്തില്ലേ, അതുപോലെ നമ്മുടെ അക്ബർ എന്ത് ചെയ്യും? ഈ ഹാങ്ങിങ് ബാൽക്കണിയിൽ വന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള തന്റെ പ്രജകളെ, എനിക്കൊന്നും എല്ലാ ദിവസവും രാവിലെയോ അതോ റെഗുലർ ആയിട്ട് ഹി വുഡ് കം ആൻഡ് ഗ്രീറ്റ് ചെയ്യുമായിരുന്നു ജനങ്ങളെ, അല്ലെ. അപ്പൊ ആ ജരോഖ ഹാങ്ങിങ് ബാൽക്കണി എലമെന്റ് ഇവർക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? രജ്പൂത് സ്കൂളിൽ നിന്നാണ്. പിന്നെ അതുപോലെ ഈ കോർണിസസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഈ റൂഫിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വിടുന്ന ഈ സാധനങ്ങളൊക്കെ കോർണിസസ് എന്ന് പറയാം. അപ്പൊ കോർണിസസ് വെർ ബിൽറ്റ് ഇൻ ദി ഷേപ്പ് ഓഫ് ആൻ ആർച്ച്. കണ്ടോ? ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലാണ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ദാറ്റ് ദി ഷാഡോ ടുക്ക് ദ ഷേപ്പ് ഓഫ് എ ബോ. അപ്പൊ നിഴല് വീഴുമ്പോഴും ഇങ്ങനെ ആർച്ച് ഷേപ്പിലായിരിക്കും അതിന്റെ ഷാഡോ വീഴുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് രജ്പൂത് സ്കൂളിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മള് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ബ്രിട്ടീഷുകാരെയും കൂടി നമ്മൾ പറയണമല്ലോ. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ പറയാന്ന് വെച്ചാൽ ഇൻഡോ ഗോത്തിക് സ്റ്റൈൽ. ഇൻഡോ ഗോത്തിക് സ്റ്റൈൽ എന്ന് വെച്ചാൽ, ഗോത്തിക് സ്റ്റൈൽ എന്ന് വെച്ചാൽ യൂറോപ്യൻ സ്റ്റൈൽ എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഇൻഡോ ഗോത്തിക് സ്റ്റൈൽ എന്ന ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇന്ത്യൻ സ്റ്റൈലും യൂറോപ്യൻ സ്റ്റൈലിന്റെയും കൂടി ഒരു മിക്സിംഗ് ആണ്. അപ്പം ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും. അതായത് എന്താ പറയാ, വാൾസ് വെയർ തിന്നർ,
കൺസ്ട്രക്ഷൻസ് വെർ എക്സ്ട്രീംലി ഇലാബറേറ്റ് ആൻഡ് ലാർജ്. പിന്നെന്താണ്, ആർച്ചസ് ഒക്കെ വളരെ പോയിന്റഡ് ആണ്. അപ്പം അൺലൈക്ക് ദി കർവിംഗ് ആർച്ചസ് ഓഫ് ദി ഇൻഡോ ഇസ്ലാമിക് ഇറ. അപ്പൊ ഈ പോയിന്റഡ് ആർച്ചൊക്കെ ഈ യൂറോപ്യൻ എലമെന്റ് ആണ്. അപ്പൊ ഇൻഡോ ഇസ്ലാമിക് ആർച്ചിനേക്കാളും കുറച്ചുകൂടെ പോയിന്റഡ് ആർച്ചുകൾ വരുന്നു. അതുപോലെ തന്നെ എന്താണ്, ദ ചേർച്ചസ് ഹാഡ് എ ക്രൂസിഫൈഡ് ഗ്രൗണ്ട് പ്ലാൻ. അപ്പം ഈ ചില സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ കണ്ടോ, ഈ ചർച്ചിന്റെ കണ്ടോ, ഒരു നമ്മൾ ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ ഒരു കുരിശിന്റെ ഒരു സ്ട്രക്ചറിൽ കിട്ടും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വിക്ടോറിയ മെമ്മോറിയൽ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇൻ മുംബൈ. ഇതൊക്കെ നമ്മുടെ ഇൻഡോ ഗോത്തിക് സ്റ്റൈലാണ്. അപ്പൊ ഇന്ത്യൻ എലമെന്റ്സ് അവിടെ കാണാം, യൂറോപ്യൻ എലമെന്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ നിയോ റോമൻ സ്റ്റൈലാണ്. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു, ഈ 1911 ഡൽഹിയിലോട്ട് ഇവര് ക്യാപിറ്റലി ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 1900s ശേഷം ഭയങ്കരമായിട്ട് മുഗൾ ഹിസ്റ്ററിയെ മാറ്റിയിട്ടൊരു യുണീക്ക് സ്റ്റൈൽ ഇവർക്ക് പ്രസന്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓൾഡ് ഡൽഹി എന്ന് വിളിക്കുന്ന ഏതാണ്, ഷാജഹാനാബാദിനെയാണ് ഓൾഡ് ഡൽഹി എന്ന് വിളിക്കുക. ന്യൂ ഡൽഹി എന്ന് വിളിക്കുന്നതിന് എന്താണ്, ഈ പറയുന്ന മുഗൾസിന്റെ ഒരു എലമെന്റ്സും പാടില്ല എന്നൊക്കെ അവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്നാലും കുറച്ച് ഇന്ത്യൻ എലമെന്റ്സ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ ഈ എഡ്വിൻ ല്യൂട്ടൈൻസ്, നമ്മുടെ ഹെർബർട്ട് ബേക്കർ, ഇവരുടെയൊക്കെ ഐഡിയ എന്നാണ് നമ്മുടെ ന്യൂ ഡൽഹിയുടെ മെയിൻ സ്ട്രക്ചേഴ്സ് ഒക്കെ വരും. നമ്മുടെ രാഷ്ട്രപതി ഭവൻ ആവട്ടെ, സുപ്രീം കോടതിയുടെ ബിൽഡിംഗ് ആവട്ടെ, പാർലമെന്റിന്റെ ബിൽഡിംഗ്, ഇതെല്ലാം നമ്മുടെ ഏത് സ്റ്റൈലാണ്, ന്യൂ റോമൻ സ്റ്റൈലാണ്. അപ്പം കൺസ്ട്രക്ഷൻസ് വെർ അനോണിമസ് വിത്തൗട്ട് എനി ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ്. ഇറ്റ് വാസ് എ കോൺഫ്ലുവൻസ് ഓഫ് ഓൾ സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചർ വിച്ച് മെയ്ഡ് ദി എന്താണ് ദ സ്ട്രക്ചേഴ്സ് കൺജസ്റ്റഡ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ there was a focus on circular buildings. പിന്നെ simplicity, modernity and utility were the focus. Okay, പിന്നെ ഈ കോൺസെപ്റ്റ് ഓഫ് അപ്ടേൺഡ് ഡോം, അതായത് ഇങ്ങനെ ഒരു പാത്രം കമിഴ്ത്തി വെച്ചിരിക്കുന്ന പോലെ ഒരു ഷേപ്പ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് നമ്മുടെ ഈ രാഷ്ട്രപതി ഭവനിലതൊക്കെ നമ്മൾ കാണത്തില്ലേ, ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ നിയോ റോമൻ സ്റ്റൈലിന്റെ ചില എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡോം ഇൻസ്പിറേഷൻ കിട്ടുന്നത് സ്തൂപ ലൈക്ക് അങ്ങനെ അതിൽ നിന്ന് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ. പിന്നെ ഈ പാർലമെന്റ് ബിൽഡിംഗ് ഒക്കെ നമുക്കൊരു PYQ ഒരിക്കൽ ചോദിച്ചിട്ടില്ല, എന്താണത്, ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, ചൗസറ്റ് യോഗിനി ടെമ്പിൾ. അത് ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ടെമ്പിളാണ്. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തെളിവൊന്നും ഇല്ല, പക്ഷെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എന്താണ് പ്രധാനമായിട്ടുള്ള ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഇത്. അപ്പൊ നമ്മുടെ ക്ലാസ് നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമ്മൾ നാളെ എടുക്കുന്നതെന്ന് വെച്ചാൽ പെയിന്റിങ്സ്, അതുപോലെ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി, ഭക്തി സൂഫി മൂവ്മെന്റ്, ഇങ്ങനെ നമ്മളന്ന് ബാക്കി മിസ്സായി പോയിട്ടുള്ള ഏരിയാസ് നമ്മൾ നാളെ കവർ ചെയ്യും. എന്നിട്ട് അതോടുകൂടി നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ ടോട്ടലി നാളത്തെ സെഷനിലോടുകൂടി വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.